ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 107 സങ്കീർത്തനം 7 വാക്യം വായിക്കാം. Psalms 107:7. 107 വാക്യം. അവൻ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. പാർപ്പാൻ തക്ക പട്ടണത്തിൽ, ഇംഗ്ലീഷ് വായിച്ച്. And he led them forth by the right way, that they might go to a city of habitation. നോക്കണം, ഒരു നിത്യമായ വാസസ്ഥലത്തിൽ അല്ലെങ്കിൽ റൈറ്റ് വേ, ശരിയായ വഴിയിൽ കൂടെ ദൈവം നമ്മളെ മനുഷ്യൻ നടത്തുകയാണ്. God led man in the right way. ദൈവമാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. God has created the man. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വലുത് തന്നെയാണ്. The plan of the God regarding the man is great. കാരണം Reason, ദൈവം എല്ലാവറ്റെയും സൃഷ്ടിച്ചെങ്കിലും because God created everything, മനുഷ്യൻ തൻ്റെ കൂടെ ഇരുന്ന് തൻ്റെ സിംഹാസനത്തിൽ നിന്ന് മുഴുവത്തെയും വാഴണമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. God's plan, the man has to reign with him in his throne. അങ്ങനെയാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. That is the plan of God about man. എന്നാൽ നമുക്കറിയാം, വീടുകളിലും നമ്മൾ അങ്ങനെ തന്നെ കുട്ടികളെ വളർത്താറുണ്ട്. That's how we brought up the children in the home. നല്ല ഉദ്ദേശത്തോടെ മക്കളെ വളർത്തി നല്ല നിലയിൽ എത്തിക്കണമെന്ന് മാതാപിതാക്കന്മാർക്കുള്ളൊരു ആഗ്രഹമുണ്ട്. We brought up the children in a very good plan and purpose. എന്നാൽ വളർന്നു വരുമ്പോൾ But when they grow, പല കുട്ടികളും വഴിതെറ്റി പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. we can see many children gone astray. മാതാപിതാക്കന്മാർ ഉദ്ദേശശുദ്ധി ശരിയായിട്ടല്ല, അല്ലെങ്കിൽ തെറ്റായതുകൊണ്ടല്ല, It is not the plans of the parents are wrong, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ അവരെ അങ്ങനെ ആക്കി തീർക്കുകയാണ്. but their situations and circumstances made them so. ദൈവം സൃഷ്ടിച്ച മനുഷ്യനും അത് തന്നെയാണ് സംഭവിച്ചത്. The man who was created by God also happened to എന്നാൽ same. അവനെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ കാണുന്നുണ്ട്. But God has a plan to restore him. അവനെ ഉദ്ധരിച്ചതിന് ശേഷം After restore him, വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ God wants to restore him. ശരിയായ വഴികളിലേക്ക് ദൈവം മനുഷ്യൻ നടത്താൻ ആഗ്രഹിക്കുന്നു. God wants to lead him in the right way. എന്നാൽ അനേകർക്കും വഴി അറിയത്തില്ല. Many people don't know the real way. സഭാപ്രസംഗി 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, Ecclesiastes 10:15 we read, പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു. the fool they don't. അതിന്റെ 10-ാം വാക്യം, എക്ലേസിയാസ് 10:15 of Ecclesiastes. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. The labor of the foolish wearieth every one of them, because he knoweth not how to go to the city. പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്തിൽ ക്ഷീണിച്ചു പോകുന്ന. They become weary. ഇംഗ്ലീഷിലെ In English, ഒരു പുസ്തകത്തിൽ ഒരു ചെറിയ പ്രോവർബ്സ് ഉണ്ട്. there was a proverb in a book മനുഷ്യനെ സംബന്ധിച്ച്, regarding the man. യു ആർ വെരി ബിസി മേക്കിംഗ് ദി വേൾഡ്. ലോകത്തെ ഉണ്ടാക്കുവാനായിട്ടുള്ള മനുഷ്യൻ്റെ തിരക്ക്, അങ്ങനല്ലേ? അപ്പം മനുഷ്യൻ വളരെ തിരക്കുള്ളവനായി തീരുകയാണ്. Is very busy. യു ആർ ബിസി മേക്കിംഗ് ദി വേൾഡ്. Is very busy making the world. എന്നാൽ ലോകം എന്താ പറയുന്നത്? But what the world say? വേൾഡ് ഈസ് ബിസി. ലോകം ബിസിയാണ്. World is busy itself. ബ്രേക്കിംഗ് ദി മാൻ. മനുഷ്യനെ എങ്ങനെ തകർക്കാം അല്ലെങ്കിൽ ഒതുക്കാം? And it's trying to break the man. ഇത് രണ്ടും തമ്മിൽ ഒരു ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. There is a fight between these two. ഒന്ന്, ലോകത്തെ എങ്ങനെ പണിതെടുക്കാം. How the man want to create a. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ദേശത്തിലെ 2 സമുന്നത നേതാക്കന്മാരുടെ ഐഡിയാസ് നമുക്ക് കണ്ടു കഴിഞ്ഞു. We can see the ideas of two people in the നമ്മുടെ India. മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി, One is our chief minister. അദ്ദേഹം അധികാരത്തിൽ വരുന്ന സമയത്തിൽ, When he come to the power, ഞാൻ ആ സമയത്ത് കണ്ണൂരിലുണ്ടായിരുന്നു. that time I was in കണ്ണൂരൊക്കെ ഉണ്ടായിരുന്നു. Kannur. അപ്പോൾ എനിക്ക് ആ ദേശമായിട്ട് വളരെ പരിചയമുണ്ട്. I know, I familiar with that place. ഞാൻ ഈ പിണറായിലും About Pinarayi. അതുപോലെ തന്നെ ഓഞ്ചിയത്ത് നമ്മുടെ TP ചന്ദ്രശേഖരന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. I used to go to the house of TP Chandrasekhar. TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ ഞാൻ 1 മണിക്കൂർ ചെലവഴിച്ച് അവരോട് സുവിശേഷം പറയാനും അവിടെ നേതാക്കന്മാർ, മണി ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും ആ സമയത്തുണ്ടായിരുന്നു. I spent 1 hour in TP Chandrasekhar's home and I spoke to the leaders. ഞാൻ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, I called his son and spoke. ഒരിക്കലും നിനക്കൊരു പ്രതികാര ചിന്ത ഉണ്ടാകരുത്. You do not have the revenge in your life. നിന്റെ അപ്പനെ ഇത്രയും വെട്ടിക്കൊന്നെങ്കിലും നീ ഒരു പ്രതികാരമായിട്ട് എടുക്കരുത്. They killed your father, but you do not take the revenge.
അങ്ങനെ പ്രതികാരം എടുത്താൽ നിന്റെ ഭാവി തകർന്നു പോകും. If you take the revenge, your future will നീ be അവരോട് spoiled. ഹൃദയപൂർവ്വം ക്ഷമിക്കണം. You have to forgive him from your heart. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അവന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോരാനിടയായി. I prayed by laying my hand upon him, then God will bless him. പിണറായിയിൽ പോയി ഞങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ I went to Pinarayi to share the gospel. ഞങ്ങളോട് അപ്പോൾ ആ സമയം കണ്ണൂർ വെച്ച് ഞങ്ങളിങ്ങനെ ടീമായിട്ട് എല്ലായിടത്തും പോകുമായിരുന്നു. From Kannur, we used to go various teams for the അപ്പോൾ ആ gospel. കാലങ്ങളിൽ In those days, മനുഷ്യൻ വളരെ പേടിച്ചാണ് അവിടുത്തെ ചില സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞുകൊണ്ടിരുന്നത്. the peoples used to do the gospel in a frightened way, കാരണം E.K. നയനാറിന്റെ ഒരു അനന്തരവൻ because there was a relative of the E.K. Nayanar. പ്രേംചന്ദ് എന്ന് പറയുന്ന ഒരു മരുമനുണ്ടായിരുന്നു. He has a son-in-law. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് അവിടുത്തെ പ്രവർത്തകന് പാസ്സായി. He became the pastor after saved. എന്നാൽ തൻ്റെ സുവിശേഷ വിരോധികൾ തന്നെ അടിച്ച് കണ്ണെല്ലാം കലക്കി കളഞ്ഞു. And the gospel, the enemies has killed. മറ്റൊരു ബ്രദർ മിഷനിലെ ഒരു പാസ്റ്ററെ, There was one pastor from the ഒരു brother സഹോദരനെ mission. വടിവാൾ കൊണ്ട് വെട്ടി They killed him with the sword. മരണാവസ്ഥയിൽ വരെ എത്തിയതാണ്. He went up to the death. അങ്ങനെ 3-4 സംഭവങ്ങൾ കഴിഞ്ഞിട്ട് There are 2 or 3 instances so. അവിടെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ പുറത്തോട്ടിറങ്ങുവാൻ പേടിച്ചുകൊണ്ടിരിക്കുക. And the peoples were afraid to do the gospel. അപ്പോൾ ദൈവം എന്നെ ആ സമയത്ത് കൊണ്ട് അയച്ചു. That time God sent me there. അപ്പോൾ ഞാൻ മറ്റേ കോഴിക്കോട് സെൻട്രൽ പാസ്റ്റർ വൈ തോമസ് ആയിരുന്നു നിന്നിരുന്നത്. That time the Kozhikode Central Pastor was ഞാൻ Wai Thomas. എന്നെ പ്രാർത്ഥിച്ച് അയക്കാൻ പറഞ്ഞു. And I asked him to pray for me. എന്തിനാന്ന് ചോദിച്ചു. He asked me why. കണ്ണൂരിൽ ഒരു രക്തസാക്ഷിയായി മാറാൻ പോവാന്ന്. I want to become a martyr in ഈ Kannur. അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഒരു രക്തസാക്ഷിയായിട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ രക്തസാക്ഷിയാകണം. The recent days there was no martyr in Kerala, so I want to be a martyr. അതിനെന്ത് ചെയ്യാൻ പോകുന്നു ചോദിച്ചു. And what I have to do? ഞാൻ പറഞ്ഞു ആ പ്രദേശത്തെല്ലാം ഇറങ്ങി സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പോവാ. I am going to go into the places to share the gospel. അദ്ദേഹം പെട്ടെന്ന് കണ്ണീര് കരഞ്ഞുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചു വിട്ടു. Suddenly he prayed with the tears. ഞാനവിടെ ചെന്ന് ഞങ്ങളോട് ചെന്ന് ഇങ്ങനെ ഒരു വിശ്വാസികളോട് പറഞ്ഞു, ഞാനിങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കെല്ലാം വരാം. I told the believers, I am going to do the gospel work. If you are interested, you can come with me. ഒരു 40ഓളം പേര് മുന്നോട്ട് വരാനിടയായി. Along with children, 40 people joined me. ഞങ്ങൾ ആ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ We went to the every nook and corner of the Kannur. from വടകര മുതൽ പയ്യന്നൂർ വരെ until Payanur. പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. We started to do the work. പല സ്ഥലങ്ങളും പോയി സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. We shared the gospel in many places. ഈ സ്ഥലത്തെല്ലാം തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. We have started the prayer groups in this place. വടകര, അതിനുശേഷം തലശ്ശേരി, in Talasheri, Mahi, കണ്ണൂർ ടൗണിൽ, in Kannur town, അടുത്തൊരു സ്ഥലത്ത്, in another place, പയ്യന്നൂര്, in another place. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് 6 പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. In many places we have started 6 prayer groups. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പ്രയർ വെക്കും. In each time we conducted prayer in each place. എനിക്ക് പോകാൻ പറ്റാത്ത സമയം ഞാൻ വിശ്വാസികളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. When I couldn't go, then I arranged the believers. 18 കൊലക്കേസിൽ പ്രതിയായിരുന്ന ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു. A person who was a victim of 18 murder cases got പക്ഷേ saved. അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ വെളിപ്പെടുത്തിയില്ല. I didn't want to share his name. മറ്റൊരു സ്ഥലത്ത് പാപ്പനശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തില് In Pamanasheri, at the another place, ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് വീട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ when I was preaching in a place, അവിടുത്തെ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഒരു സഹോദരൻ കയറി വന്നു. one of the old communist leader came. പുള്ളിക്കാരൻ കയറി വന്നത് He came in. പുള്ളിക്കാരന് വഴി വെച്ച് തോന്നി ഉമ്മൻചാണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ശബ്ദം പോലെയാണെന്ന് തോന്നി. He thought the voice of the pastor was like the Ummanjandi's voice. അദ്ദേഹം കയറി വന്ന് ഏതായാലും പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. He came and he stood in the prayer. തനിക്കൊരു തൊണ്ടയ്ക്ക് ക്യാൻസർ പിടിച്ചൊരു മനുഷ്യനായി. He got a cancer in the throat. ശബ്ദമില്ലായിരുന്നു. He don't have the voice. ഏതായാലും പിന്നീട് തുടർച്ചയായിട്ട് അദ്ദേഹം മീറ്റിംഗ് വരുവാനും He used to come to the prayer afterwards. താനെ കുറച്ച് അത്ഭുത സൗഖ്യത്തോടെ കുറെ നാൾ ജീവിക്കാനിടയായി. He lived for a time with the healing. അങ്ങനെ എല്ലാ സ്ഥലത്തും ആത്മാക്കൾ മുൻപോട്ട് വരാൻ തുടങ്ങി. Many places souls started coming in. അപ്പം T.P. ചന്ദ്രശേഖരൻ മരിച്ച സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. This is the time when T.P. Chandrasekharan died. I went there. ഞങ്ങൾ അവിടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു തീരുമാനം എടുത്ത് പ്രാർത്ഥിച്ചു. We have taken a decision and prayed in the prayer group. കണ്ണൂരിൽ ഒരു കൊലപാതകം ഉണ്ടാകാൻ പാടില്ല. In Kannur there should be no more killings or murder. പ്രിയരെ 3 വർഷം കണ്ണൂർ വളരെ സ്വസ്ഥമായിരുന്നു. Beloved, 3 years Kannur was so ഞാൻ peaceful. ഏകദേശം 3 വർഷത്തോളം അവിടെ ഇരുന്ന് അത് മാറിപ്പോവുകയും ചെയ്തു. About 3 years I was there and I got transferred. അപ്പോൾ മനോരമയിൽ ഒരിക്കൽ സൺഡേ സപ്ലിമെന്റിൽ ഇങ്ങനെ ഒരു പേപ്പറിലെ ഒരു ന്യൂസ് വന്നു. In Manorama Sunday supplement there was a news. കണ്ണൂരിന് എന്ത് സംഭവിച്ചു? What happened to Kannur? കണ്ണൂർ ഇത്ര സമാധാനമായല്ലോ. Why Kannur was so peaceful? ജയരാജന്മാർ 3 പേർ അവിടെ ഉണ്ടായിരുന്നു. There were 3 Jayarajans. അവരൊക്കെ അവരുടെ ആത്മകഥ പോലെ അതിനകത്ത് സന്തോഷമായിട്ട് എഴുതാൻ തുടങ്ങി. They are also started writing. പ്രതികാരത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പ്രതീകമായിരുന്ന കണ്ണൂർ. The Kannur, which is a place of revenge. ആ നാളുകളിൽ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ സാധിച്ചു. The days they enjoyed a peace.
അവിടെ ഞങ്ങൾ പല സ്ഥലത്ത് ഈ പിണറായി സ്ഥലത്തിൽ പ്രവർത്തിക്കാൻ പോയപ്പോൾ When we worked in Pinarayi, ആൾക്കാർ ഭയങ്കരമായി ഭീഷണിപ്പെടുത്തി. the people threatened us. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ നിങ്ങളെ തല കാണത്തില്ല. If we go there, they'll try to പക്ഷേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വളരെ ഹേമിച്ചുകൊണ്ടേയിരുന്നു. but the Holy Spirit led us. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, മരിക്കാൻ എൻ്റെ കൂടെ വരുന്നവർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. Whoever want to come with me to die, let them come. അവർ പലരും തയ്യാറായി, സ്ത്രീകളും കുട്ടികളും എല്ലാം തയ്യാറായെങ്കിലും Many people prepared and ready, and they came with us. ഞാനും Myself, 2 സഹോദരന്മാരും, 2 brothers. ഒരു ഡൊമിനിക് അച്ചായനും Oblique Achayan സർവീസുകാരൻ, is an ex-serviceman. ഒരു ബാബു, Another Babu. അതായത് ഹാരിഷ്, Harish. അദ്ദേഹത്തെ ഇസ്രായേലി ഹാരിഷ് എന്നാണ് വിളിക്കുന്നത്. We used to call him as Israel Harish. പുള്ളിക്കാരൻ ഇസ്രായേലിൻ്റെ ഓരോ മുക്കും മൂലയും സകല കാര്യങ്ങളും പഠിക്കുക, ഇസ്രായേലിനെ വളരെ സ്നേഹിക്കുകയും ചെയ്തൊരു സഹോദരനാണ്. He loved Israel and studied the nook and corner of the അതൊരു Israel. പാവപ്പെട്ട മനുഷ്യനാണ്. He's a very poor man. ഞാനവിടെ ചെല്ലുമ്പോൾ When I went there, അദ്ദേഹത്തിൻ്റെ ഇസ്രായേലിനുള്ളതായ പ്രേമവും അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇപ്പോൾ ചരിത്രം പറയുന്നത് കേൾക്കാൻ ഞാനും ഇഷ്ടപ്പെട്ടു. I asked interested to hear Israel from him. അപ്പോൾ ഞാൻ ഹാരിഷിനോട് ചോദിച്ചു, I asked Harish, ഒരു തനിക്ക് ഇസ്രായേൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു. do you want to see Israel? പുള്ളി പറഞ്ഞു, എൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു. He told, it is my dream. പക്ഷേ പാസ്പോർട്ടും ഇല്ല, പൈസയില്ല. But he don't have the passport, so he don't have the അപ്പോൾ money. എനിക്ക് ആ സമയത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ചൈന ഇസ്രായേലിലേക്ക് വരുന്നെങ്കിൽ ഞാൻ പൈസ മുടക്കി എല്ലാം ചിലവെടുത്തോളാം എന്ന് പറഞ്ഞു. One person told me that I will take all this expenditure of going to Israel for you. ചീഫ് പാസ്റ്ററുടെ അനുവാദം വാങ്ങിച്ചാമെന്ന് പറഞ്ഞു. Only you have to get the permission from the chief ഞാൻ pastor. പറഞ്ഞു, ഇസ്രായേലിലല്ല, Not Israel. ലോകത്തിന്റെ പല സ്ഥലത്തു നിന്നും വിശ്വാസികൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. Many places of the world, the believers used to call me. ഇപ്പൊ ഞാൻ വരുന്നില്ല. Now I don't want to come. അത് എന്താന്ന് ചോദിച്ചു. He asked why. ഞാൻ പറഞ്ഞു, ഇപ്പൊ തന്നെയാണെങ്കിൽ ഈ സ്ഥലമെല്ലാം സഞ്ചരിക്കാനുള്ള ചിലപ്പോൾ ആരോഗ്യം കുറഞ്ഞിരിക്കും. Because I don't have the health to travel all these places. 10-16 മണിക്കൂർ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ വിളിച്ചിട്ടപ്പോഴും 16 മണിക്കൂർ AC ഈ പ്ലെയിനിലിരിക്കാനുള്ള ആ കൃപയൊന്നും ഇല്ല. I don't have the health to travel 16 hours in the aeroplane in the cold. എന്നാ വരുന്നുണ്ട്. But I want to come. രൂപാന്തര ശരീരം ലഭിച്ച ശേഷം After I transform, എനിക്ക് നല്ല നിശ്ചയമുണ്ട്, എനിക്ക് രൂപാന്തര ശരീരം കിട്ടുമെന്ന്. I am very confident that I will ആ transform. രൂപാന്തര ശരീരം പരിശോധിച്ച ശേഷം എല്ലായിടും വിസിറ്റ് ചെയ്യാൻ With തീരുമാനിച്ചിരിക്കുക. the glorious body, I will visit everywhere. 1000 വർഷം നമുക്ക് മുമ്പിലുണ്ട്. We have 1,000 years. അതിൽ കർത്താവ് കൊണ്ടുകൂടെ. I will come with God. സെക്യൂരിറ്റി ആയിട്ട് മിഖായലും ഗബ്രിയേലൊക്കെ നമ്മളിവിടെ കാണും. We will have the Michael and Gabriel as a security. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ വരുന്ന സമയത്ത് കണ്ടില്ലേ. Our prime minister used to come. We പക്ഷെ അന്ന് see അതിന്റെ ആവശ്യമില്ല. there is no need of them. എന്നാലും But കർത്താവിന്റെ കൂടെ ഇവരെല്ലാം കാണും. God has all these people. ഞാൻ അതുകൊണ്ടാണ് ഈ വെളിനാട്ടിലൊന്നും പോകാൻ ഇപ്പോൾ ഇഷ്ടപ്പെടാത്തത്. That's why I don't want interested to go abroad. വേണേ ചോദിച്ചാൽ പാസ്റ്റർ എബ്രഹാം പെർമിഷൻ തരും. If I ask, Pastor Abraham will give some permission. വിസിലിച്ചായന്റെ കാലത്ത് ഒരിടത്ത് പൊക്കോളാൻ പറഞ്ഞു. In Pastor Vasilchayan time, he asked me to go to somewhere. ബാബു ജോർജ് പോകാൻ ഒരുങ്ങി റെഡിയായി, പക്ഷെ പുള്ളി മരിച്ചുപോയി. Babu George prepared to go, but he died. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ പൊക്കോളാം. Then I told I will go ഈ ഒരു afterwards. പ്രത്യാശയാണ്, കാരണം 1000 വർഷമല്ലേ നമ്മുടെ മുമ്പിൽ കിടക്കും. Because of this hope, I have അന്ന് ഈ 1,000 years. ഭൂമിയൊന്നും അല്ലല്ലോ. This is not this earth. അന്ന് ഈ പറഞ്ഞ പോലെ വൃക്ഷങ്ങളുടെ ഫലങ്ങളെല്ലാം 100 മേനിയും ഫലം കായ്ക്കുന്ന സമയമാണ്. There will be the 100-fold fruits in the trees. അപ്പോൾ നമ്മളിവിടെ ഒരു 10-15 ആപ്പിൾ മരം വെച്ചിട്ട് We kept 15 apple trees here. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും കഴിഞ്ഞ പ്രാവശ്യം അതിന് ചെറിയ ആപ്പിൾ ചെറുതുണ്ടായി. He worked a lot by we have seen only small apple. ചെറുത് ഉണങ്ങിപ്പോയി. Some of them went dry. ഈ പ്രാവശ്യം പൂവിട്ടെങ്കിലും കായ്ച്ചില്ല. There are flowers, but there is no fruit. എന്നാൽ ഇതെല്ലാം മാറാൻ പോവുകയാണ്. Everything is going to change. എല്ലാ രാജ്യങ്ങളിലും വലിയ ഫ്ലറിഷ് ആകുന്ന ഒരു കാലം And വരികയാണ്. every nation is going to flourish. ആ 1000 വർഷത്തിൽ പങ്കുചേരുമെന്ന് എനിക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. God has promised me that I will be in that 1,000 years. കർത്താവിന്റെ വരവിൽ ഞാൻ എടുക്കപ്പെടുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. Jesus told that I will be caught up in the second coming of Jesus. അതുകൊണ്ടാണ് എന്റെ ഇഷ്ടത്തോടെ കർത്താവ് നടത്തുന്നില്ല. That's why God is not leading me according ചില to my സമയത്ത് will. നമ്മൾ നേരത്തെ വായിച്ച പോലെ ദൈവത്തിന്റെ വഴി അല്പോ ഇൽപ്പോട് മാറുമ്പോഴേ ദൈവം ശിക്ഷിച്ച് നടത്തും. If I move away from the way of the God is to punish me. ശാസിച്ച് നടത്തും. God is to rebuke എനിക്ക് me. വലിയ ഇഷ്ടമാണ്. I like it. കാരണം ലക്ഷ്യത്തിലെത്തണമെങ്കിൽ Because I heard അങ്ങനെയുള്ള ശിക്ഷയും ശാസനയും ആവശ്യമാണ്. I need the reproach അപ്പോൾ അങ്ങനെ ഒരു punishment. രൂപാന്തര ശരീരം കിട്ടിക്കഴിഞ്ഞാൽ, If I have that glorious ഇപ്പൊ body ഞാൻ ഇവിടെ നിന്ന് കുമ്പളിൽ നിന്ന് from the Kumli ഇസ്രായേലിലേക്ക് പോകണമെങ്കിൽ, to Israel അല്ലെ അമേരിക്ക പോകണമെങ്കിൽ, to America വിത്തിൻ എ ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐ, within a twinkling of an eye, നിമിഷങ്ങൾ കൊണ്ടല്ല, within minutes I can go. അതല്ലേ ഭാഗ്യം. That is a blessed thing. പണ്ടേ ഞാനൊരു ബിസിനസ് മെന്റാലിറ്റിയാണ്. I have the business mentality in the old times. 13 വയസ്സ് മുതൽ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. From the 13 years onwards, I was in a business. ബിസിനസ്സുകാർക്ക് അറിയാം എങ്ങനെയായാലും ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലേ? Business people know how to do the profit. പിന്നീടുണ്ടോ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ലാഭം കണ്ടു നോക്കും. How we can do the profit.
അത് ബിസിനസ്സുകാരൻ്റെ ഒരു നല്ല ഐഡിയ ആണ്. Business people knew this. അപ്പോൾ ഞാൻ ഈ 13 വയസ്സ് മുതൽ ചുരുക്കം പറഞ്ഞാൽ 21 വയസ്സ് വരെയും ബിസിനസ്സുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. Until 30th age, until 20, I have connection with the ഒരു business. ഭാഗം പഠിത്തവും ഒരു ഭാഗം ബിസിനസ്സും. I used to study as well as the എനിക്കും business. നിർബന്ധമുണ്ട്, എവിടെ പോയാലും ലാഭം വേണം. ലാഭമില്ലാത്ത കച്ചവടത്തിന് എന്നെ കിട്ടത്തുമില്ല. I want the profit everywhere. കാരണം ഇത്രയും വർഷത്തെ അനുഭവമില്ലേ. It is my experience. അപ്പോൾ ഈ പെന്തിക്കോസ്റ്റ് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്കെന്തോ കിട്ടും. Even I come to the Pentecostal mission, I thought what I will get. അപ്പോൾ എൻ്റെ മുറിയിൽ വെച്ച് തന്നെ കർത്താവ് എനിക്ക് രൂപാന്തര ശരീരം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. In my room, God has promised me a glorious body. 78 In 78, ഞാനത് വിശ്വസിച്ചു. I believed it. പിന്നെ ആ പെന്തിക്കോസ്റ്റ് വന്നേ. That's why I came to the Pentecost. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും പെന്തിക്കോസ്റ്റ് സഭയിൽ TPM ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. I understood there was opportunities in the Pentecostal അതുകൊണ്ട് church. ഇവിടെ കിടക്കുന്നത്. That's why I am here. അല്ലാതെ ഇതിനോട് പ്രത്യേകിച്ച് സ്നേഹം ഉണ്ടായിട്ടല്ല. It's not because I love this church, ഒന്നാമത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു. because I love myself. പിന്നെ കർത്താവ് പറഞ്ഞ പോലെ മറ്റുള്ളവരെ കൂടെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മളതും ചെയ്യുന്നു. Since Lord says you have to love others, I am loving others. അപ്പോൾ ഈ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. If you have to share this vision. നമ്മുടെ ലാഭം എന്താണ്? What is our ഈ profit? ശരീരം രൂപാന്തരപ്പെടണം. This body will reform. അത് താമസിക്കാതെ നടക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം. Very soon it will happen. ദൈവം ഈ നാളുകളിൽ അതിനേറ്റവും ദൈവം എന്നെ നടത്തുന്നുണ്ട്. In these days, God is leading me in those ways. അപ്പോൾ ഈ ബാബുവിനെ അയക്കാൻ, ഈ ഹാരിസിനെ അയക്കാൻ തീരുമാനിച്ചു. I decided to send this Harish. എൻ്റെ ചാൻസിൽ In my chance, ഞാൻ പറഞ്ഞു ഇയാൾ പൊക്കോ. you can go. അങ്ങനെ അദ്ദേഹം പോയി. And he went. തിരിച്ചു വന്നപ്പോൾ When he came back, കണ്ണൂരുകാർ അദ്ദേഹത്തെ ഇസ്രായേലി ഹജ്ജിന് പോയിട്ട് വരുന്ന ഹാജി എന്ന് വിളിക്കത്തില്ലേ, ഹജ്ജിന് പോയിട്ട് വരുന്നവർ ഹാജി എന്ന് വിളിക്കുന്ന പോലെ ഈ ഹാരിസിനെ ഇസ്രായേലി ബാബു എന്നാണ് പിന്നെ വിളിക്കുന്നത്. and these Kannur people called him as Israeli Harish. ഇസ്രായേലി ബാബു. Israeli Babu. ബാബു എന്നാണ് വീട്ടിലെല്ലാം വിളിക്കുന്നത്. They used to call him as a Babu. ഇപ്പോൾ അദ്ദേഹം തൻ്റെ മോടെ കൂടെ അയർലൻഡിലാണ്. Now he is with her son in Ireland. സണല്ല ഡോട്ടർ. With his daughter. അയർലൻഡിൽ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പോയി എന്നെ വിളിച്ചിരുന്നു. From the Ireland he called me. അപ്പോൾ ഈ കണ്ണൂരില് In Kannur, ഇങ്ങനെയുള്ള പ്രവർത്തന സമയത്ത് ഞാനും ഈ ഡൊമിനിക് അച്ചായനും ഈ ഹാരിസ് ബാബുവും കൂടെയാണ് പിണറായിക്ക് പോയത്. this ministry with Dominic and this Haris I used to do. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും എന്തോ ഇങ്ങനെയൊക്കെ ഒരു എന്താ സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കൂടെ ടീമെല്ലാം അപ്പുറത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, Many our വേറെ team is സ്ഥലത്ത് praying. പ്രാർത്ഥിക്കുന്നുണ്ട്, തലശ്ശേരി പ്രാർത്ഥിക്കുന്നു. Talasheri, some prayer groups are praying. ഞങ്ങൾ മൂന്നും കൂടെ പിണറായിൽ ബസ് ഇറങ്ങി. 3 of us got down from the Pinarayi bus. പ്രിയപ്പെട്ടവരെ, പിന്നീട് എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല. Beloved, we don't know what happened afterwards. ഞങ്ങളൊക്കെ നടക്കുക, We walk വേറൊരു സ്പിരിറ്റ് കൺട്രോളിങ് ഞങ്ങൾ നടക്കുകയാണ്. under the guidance of another spirit. We എവിടെ are walking. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് We അറിയത്തില്ല. don't know how to start. അപ്പൊ ഞങ്ങൾ മൂന്നും കൂടെ സ്പീഡ് നടന്നു പോവാണ്. With 3 of us started അപ്പോൾ fastly. റോഡിലുള്ളവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. Everybody is looking at us. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം നടന്നു പോയി കാണും. For a quarter meter we walked. അതും ഹൈ സ്പീഡിൽ ദൈവം കൊണ്ട് എത്തിച്ചു. Very fast we walked. ഒരു ഹോസ്പിറ്റലിന് മുന്നിലാണ് ആദ്യം കൊണ്ടുവച്ചത്. We stood up in front of an hospital. അപ്പോൾ ഈ പറഞ്ഞ മനുഷ്യർ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടല്ലോ, ഞങ്ങളുടെ മനസ്സിലുണ്ട്. In our heart, all these people said it was there. അപ്പോൾ മിക്കവാറും ഹാരിസും പറഞ്ഞു ചിലപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് സ്വർഗത്തിൽ പോകാം. Harish also told we can get Mate ഞാൻ ship here. കാര്യം ചെയ്യും, ഞാൻ വഴി നിൽക്കാം, I will stand in the way. വഴി വരുന്നവർക്ക് ട്രാക്ട് കൊടുക്കാം, I will give tracts. പുസ്തകം കൂടെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കയറി കൊടുക്കാം. You go to the hospital and give. ഇവരൊരു ഭാഗം ഇച്ചിരി പേടിയോടുകൂടിയാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. With fear, they went to the hospital. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ When they went to the hospital, ഇവരെ കണ്ടാണ് നേഴ്സ് പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ പ്രൈസ് ദി ലോർഡ്. the nurse shouted, "Praise the Lord." അവിടെ ഈ തട്ടത്തിൽ മുറയത്തൊക്കെ ഇട്ട അനേക മുസ്ലിം സ്ത്രീകളെല്ലാം വന്ന് ഹോസ്പിറ്റലിൽ പോണ്ട്. We can see many Muslim ladies with a veil on the head. അവരെല്ലാം വന്ന് വളരെ സന്തോഷത്തോടെ ഈ പുസ്തകം വാങ്ങിക്കാൻ തുടങ്ങി. They all came and received these books very happily. ഇവർ ഞെട്ടിപ്പോയി. They shocked. ഇവർക്ക് ഭയങ്കര സ്വീകരണോടെ. They have very good. പിണറായിൽ ഒരു ഹോസ്പിറ്റൽ, In the hospital, പിണറായി വിജയന്റെ ഒക്കെ വീടിനോട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. this hospital is very near to Pinarayi Vijayan's എല്ലാ house. മുസ്ലിം സ്ത്രീകളും Many Muslim ladies, സഹോദരങ്ങളും many brothers, ഇവരോട് വളരെ സന്തോഷത്തോടെ പുസ്തകം വാങ്ങിച്ചുകൊണ്ടിരിക്കും. very happily they received this book. ഞാൻ വഴിയിൽ നിന്ന് അവിടെ തന്നെ ആ ഹോസ്പിറ്റൽ റോഡിൽ നിന്ന് എല്ലാം കൊടുത്തോണ്ടിരിക്കും. In the road, I distributed the pamphlets. വന്നവരെല്ലാം വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഈ ട്രാക്ട് പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോവുക. The peoples who come with honor and respect, they received ഞങ്ങൾക്ക് this വലിയ book. സന്തോഷമായി. With very happy. ഞങ്ങൾ അവിടെല്ലാം കൊടുത്ത് തിരിച്ചു വരുമ്പോഴേ After we completed, ഈ we come വന്ന back. വഴി കൂടെ വരുമ്പോൾ When we come back the same way, ഈ പഴയ പോലത്തെ കെട്ടിടങ്ങളുണ്ട്, there was a old time buildings. തട്ടുവീടുകൾ. Old time ഞങ്ങളെ buildings. കണ്ടുകൊണ്ട് ആളുകൾ ഓടി വന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോവാണ്. When they see us, they run and walking to us. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടല്ലോ? Why we are all very joyful? ഇപ്പൊ കണ്ണൂർ സിറ്റി ടെലിവിഷനിൽ കൂടെ In the Kannur City Television, ഇവർ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവരാണ് ചിലരൊക്കെ. many people got saved. ചില വീടുകളൊക്കെ ഞങ്ങൾ കയറി. I went to some of the അവിടെ ഈ houses. തിയർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണല്ലോ. There is a group called Tiyar.
അധികർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലേ, അവർ പൂർവേഷ്യയിൽ നിന്ന് വന്ന ഒരു സമൂഹമാണ്. They came from Asia, ഈസ്റ്റ് ഏഷ്യ. East Asia. അപ്പോൾ അവിടുന്ന് വന്ന ഒരു സ്പെഷ്യൽ ട്രൈബ്സാണ് ഈ തീയർ, അല്ലെങ്കിൽ പിണറായി വിജയന്, സുധാകരന്, സുരേന്ദ്രൻ, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഈ സമൂഹം ഒരു സ്പെഷ്യൽ വിങ്ങാണ് അവർ. These tribes came from East Asia those days. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവരൊന്നും ഭീകരവാദികളല്ല, They are not terrorists. സാഹചര്യം. പക്ഷെ ഇവർക്കൊരു ഗുണമുണ്ട്, They have some kind of character. ഇവർ രണ്ടും കൂടെ മുട്ടിയാൽ ഈ ഫൈറ്റിംഗ് കോഴി പോലാണ്, പിന്മാറത്തില്ല. രണ്ടിലൊന്ന് കണ്ടിട്ട് പോകത്തുള്ളൂ. If they fight, they will win. അതാണ് അവരുടെ നേച്ചർ. That is their nature. അപ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഞങ്ങളവിടെ വളരെ സന്തോഷത്തോടാണ് തിരിച്ച് റിട്ടേൺ ഈ ഇതെല്ലാം കൊടുത്തിട്ട് വരുന്നത്. Joyfully we return from there. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോൾ ഈ വിഷയം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, Because I told this, മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു വഴി, സത്യത്തെ മനുഷ്യന്റെ ഹൃദയത്തിൽ കാണുന്നുണ്ട്. we can see the man desires for the right way. അപ്പോൾ ഞങ്ങൾ അവിടെ ചില വീടുകളിലെല്ലാം കയറി പ്രാർത്ഥിച്ചപ്പോഴേ, When I went to some of the houses to pray, ഈ സ്ത്രീകള് these ladies തലയിൽ തുണിയിട്ടുകൊണ്ട് with veil on their വളരെ head, ഭക്തിയോടെ നിന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആമേൻ പറയുന്നു. with the fear of the Lord, they said Amen. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ആമേൻ പറച്ചിലൊക്കെ എവിടുന്ന് കിട്ടി? I asked how you are saying ഞങ്ങൾ Amen. ദിവസവും ടി വി കൂടെ പ്രസംഗം കേൾക്കും. We used to hear these messages every ഇന്ന day. ഭാഷ പറഞ്ഞിട്ടുണ്ട്, ആമേൻ പറയണം, തല തുണിയിടണം, ഇതൊക്കെ ഞങ്ങൾ അനുസരിക്കുക. All these pastors told in the TV, we നമ്മൾ ഈ obey. പുറമേ കാണുന്നത് പോലെ അല്ല. Not we are seeing outwardly. നമ്മൾ ഇന്ന് മതങ്ങളെ തരംതിരിച്ചുകൊണ്ട്, We are ഇന്ന് categorizing the പണ്ട് religions. സ്വാമി വിവേകാനന്ദ പറഞ്ഞ പോലെ, Like Swami Vivekananda ഈ says, പ്രാന്താലയമായ കേരളം, the Kerala is the place of ഈ mad people. ദുഷിച്ച കുറെ മനുഷ്യർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ സത്യം. We can see some wicked peoples in Kerala. കുറച്ച് പേര്, Few people. യവന്മാരാണ് ഈ പിശാചിന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. They do the devil's works. ഇത്രയും സംസ്കാര സമ്പന്നമായ കേരളത്തില് This much cultureful ഈ ഇലക്ഷൻ Kerala. നടന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, When they do the election, I അവൻ thought ആ ജാതി, ഇവൻ ഈ ജാതി, ഇവൻ ഈ ജാതി, മറ്റേ ജാതി. they are saying about the different castes. സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്തത് ക്രിസ്ത്യാനികളും നായന്മാരും. Suresh Gopi got votes from Nayars and Christians. സുരേഷ് ഗോപിക്ക് എന്താ കുഴപ്പം? What is the problem with Suresh Gopi? ടീച്ചറമ്മ ചോദിച്ച പോലെ, പെണ്ണിനെന്താ കുഴപ്പമെന്ന് ചോദിച്ച പോലെ, സുരേഷ് ഗോപിക്ക് എന്താ കുഴപ്പം? What is the problem with Suresh Gopi? എല്ലാവർക്കും മാതൃയാക്കാവുന്ന ഒരു നല്ല മനുഷ്യനാണെന്ന് എൻ്റെ അഭിപ്രായം. We can make him ഈ as a model. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം സുരേഷ് ഗോപിയെ മാതൃകയാക്കണം. The Congress and communist people has to make him as a model. 2 പ്രാവശ്യം തോറ്റിട്ടും, Even 2 times he 2 defeated. പ്രാവശ്യം തോറ്റിട്ടും അവിടെ നിന്നുകൊണ്ട് He stood there. ആ മണ്ഡലത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് പ്രവർത്തിച്ചപ്പോൾ, For the assembly, he worked for Lord. ഇന്നത്തെ കാലത്ത് ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിം ഒന്നും അല്ല വിഷയം. There is no Christian, Hindu, മനുഷ്യൻ Muslim. വിവരമുള്ളവരാണ്. The people who have the knowledge. പലർക്കും വിവരം വെച്ചുപോയി. Many people have the wisdom. ഈ മതവും രാഷ്ട്രീയവും, This religion and caste. നിങ്ങൾക്കറിയാലോ, ക്രിസ്തു മതത്തിലും പല അപാകതകളുണ്ട്. There are some difficulties in the Christian religion also. മുസ്ലിം മതത്തിലും ഹിന്ദു മതത്തിലും എല്ലാ അപാകതകളുണ്ട്. There are some side effects. എല്ലാ മതക്കാരും ആഗ്രഹിക്കുന്നത് തങ്ങൾ ലോകത്തെ വാഴണം. Every religion people wants to ruin the world. രാഷ്ട്രീയക്കാരും അത് തന്നെയാണ് Even ആഗ്രഹിക്കുന്നത്. the politicians want to കാർൽ say. മാർക്സിന്റെ കമ്മ്യൂണിസം വന്നപ്പോൾ When the communists of the Karl Marx മുഴു came, ലോകം പിടിച്ചടക്കി വാഴാവുന്നവർ ആഗ്രഹിച്ചു. they want to reign the whole world. അതിന് മുമ്പ് ഉണ്ടല്ലോ, It's there before also. റോമൻ ഗവൺമെന്റ്, When the Roman government, അലക്സാണ്ടർ ചക്രവർത്തി the Alexander emperor, മുഴു ലോകത്തെ വാഴാൻ വേണ്ടി തന്റെ ചെറുപ്പം കൂടി നടന്നു. they want to rule the whole world. തന്നെ എല്ലാവരും മഹാനായ അലക്സാണ്ടർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. They used to call great Alexander. എന്നാൽ ചൈനീസ് തത്വചിന്തകനായ ഡയോനിസിന്റെ മുമ്പിൽ വന്നപ്പോൾ Dionysus, who is a Chinese philosophist, അലക്സാണ്ടറോട് ചോദിച്ചു, he asked Alexander, നീ മഹാനൊന്നുമല്ല, you are not a great person. നീ ഒരു ചത്ത ശരീരമായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. You are going to dead person. അലക്സാണ്ടർ ഞെട്ടിപ്പോയി. Alexander shocked. നീ എത്ര നാളായി നിന്റെ ഭാര്യയോട് സന്തോഷമായി സംസാരിച്ചിട്ട്? How many days you spoke to your wife? നിന്റെ മക്കളോട്, അല്ലെങ്കിൽ മക്കളല്ല, തൻ്റെ വീട്ടിലെ മാതാപിതാക്കന്മാരോട് കൂടെ സ്വസ്ഥമായിട്ട് വാസിച്ചിട്ട് എത്ര ആളായി? How many days you stayed with your parents നീ happily? വെട്ടിപ്പിടിക്കാൻ നടക്കുകയാണ്. You are going to defeat. അതുകൊണ്ടാണ് നേരത്തെ വായിച്ച പോലെ, That's why we read. യു ആർ ബിസി. You are busy എന്തിനാ? മേക്കിംഗ് ഓൾ വേൾഡ്. making all the world. പക്ഷെ എന്ത് പറ്റി? But what happened? അവസാനം ഒന്നുമില്ലാത്തവനായിട്ട് ശവപ്പെട്ടിയിൽ തൻ്റെ കൈ വെളിയിട്ടേക്കാൻ പറഞ്ഞു. He asked to put his 2 hands out of the coffin. എന്താ കാരണം? What is the reason? ഒന്നും നേടിയില്ല. He didn't achieve അലക്സാണ്ടർ anything. ഒന്നും നേടിയില്ല. Alexander didn't get anything. ഇതെല്ലാം ചരിത്രങ്ങളാണ്. These are the histories. അപ്പൊ ഇന്ന് നേതാക്കന്മാരും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. Today as the leaders making the people's mistake. കേരള മുഖ്യമന്ത്രി വന്നപ്പോൾ When the Kerala chief minister came, അദ്ദേഹം എല്ലാം നവകേരളം, അല്ലെങ്കിൽ എല്ലാത്തെയും ഇപ്പോൾ പുതുക്കി മാറ്റും. he told that I will make a new Kerala. പുതിയ കേരളം, നല്ല ആശയങ്ങളാണ്. These are good policies. പക്ഷെ ആശയത്തോടൊപ്പം But these opinions, അതിനുള്ള
വഴി കണ്ടെത്തണം. We need to find a way. ഒന്നാമത് ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. The God has created this world. ആ ദൈവത്തോട് ചേർന്ന് മാത്രം പ്രവർത്തിച്ചെങ്കിലേ നിന്റെ പ്രവർത്തികൾ വിജയമാകുമെന്ന് രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും അറിഞ്ഞിരിക്കണം. And the political leaders and the religious leaders should know that we have to go along with the God. മതങ്ങൾ ഇങ്ങനെ ശക്തിയോടെ പോവുകയല്ലേ. The religions are going very fast. മുഴു ലോകവും ഞങ്ങളുടെ മതമാക്കി തീർക്കണം. The whole world we have to make our അതുകൊണ്ട് ആരെ religion. കൊന്നാലും കുഴപ്പമില്ല, Even though we kill anybody, തലവെട്ടിയാലും even കുഴപ്പമില്ല. though murder anyone, അപ്പൊ ഇതിന്റെ പിന്നെ സാത്താനാണ് പ്രവർത്തനം. there is Satan working ഞാൻ പറഞ്ഞു, behind. ഞാൻ മലബാർ വർക്ക് ചെയ്യുമ്പോൾ When I was in Malabar, എത്രയോ മുസ്ലിം കുടുംബങ്ങൾ, many Muslim എത്രയോ families, മുസ്ലിങ്ങൾ many Muslims, ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. they used to contact me. നല്ല മനുഷ്യര്, They are good peoples. ഹിന്ദുക്കളിൽ നല്ല മനുഷ്യരുണ്ട്, There are good peoples in Hindus, ക്രിസ്ത്യാനികളിലും. in Christians. പക്ഷെ വീട് പോയ പിശാച്, But the ഞാൻ fallen പണ്ട് പറഞ്ഞ പോലെ devil, അവന്റെ സാമ്രാജ്യം സ്ഥാപിക്കാൻ to make his kingdom, അവൻ ഈ വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത മനുഷ്യരെ കരങ്ങൾ എടുക്കുകയാണ്. he taken this innocent man in the hand, മേക്കിംഗ് കേരള, making Kerala. എന്നിട്ട് മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? What they make? കേരളത്തെ മേയ്ക്കാൻ രാഷ്ട്രീയക്കാർ പോകുന്നു, പക്ഷെ കേരളം മേക്ക് ചെയ്യുന്ന ഇവനെയൊക്കെ ഒതുക്കാനായിട്ടാണ്. അതാ രസം. They are making Kerala, ലോകം world, നന്നാക്കാൻ, to make it better, ലോകത്തെ പണിയാൻ to create the world. യവന്മാര് പോകുമ്പോൾ They are going on. യവന്മാരെ ഒതുക്കാൻ ലോകം തന്നെ The തീരുമാനിച്ചിരിക്കുന്നു. whole world is ഈ trying to ലോകം make നീ them അല്ല down. പണിയേണ്ടത്. You are not going to create this world. ദൈവം പണിഞ്ഞില്ലെങ്കിൽ പണിയുന്നവൻ The വൃഥാവായിരിക്കും. God is not ഇതെങ്കിലും building. ഇനിയെങ്കിലും Could മനസ്സിലാക്കിക്കൊണ്ട്. understand this. എന്നാൽ ഇവർ തന്നെയാണോ Are these ഈ people? പാവപ്പെട്ട നേതാക്കന്മാരിൽ സാത്താൻ കയറിയിട്ട് These people, the devil entered. കഴിവും പ്രാപ്തിയും തൻ്റെ ഉള്ളവരെന്ന് കാണുമ്പോൾ പിശാച് അവരിൽ കൂടെ കൂടും. The devil entered into them. എന്നിട്ട് അവരിൽ കൂടെ ലോകം പണിയണം. They want to make the പക്ഷെ world. ലോകം എന്താ പറയുന്നത്? What the world says, നിന്നെ ഞങ്ങൾ പണിയും, I will build you. നിന്നെ ഒരു ദിവസം പെട്ടിക്കകത്താക്കും, One day we will make you in cafe. ഒന്നുമില്ലാത്തവനായിട്ട് കടന്നു പോകേണ്ടി വരും. But nothing you have to go. എത്രയോ അനുഭവം നമുക്കുണ്ട്. We have many instances ലോക സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ പോയവർ, to make the kingdomships. ഇതൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത്. These are the experiences. അതിന് ഏറ്റവും എക്സാമ്പിളാണ് ഇപ്പോൾ കേരളവും കേന്ദ്രവും നമുക്ക് കാണാൻ കഴിയുന്നത്. We can see these examples in Kerala as well as in the central. നരേന്ദ്രമോദി പ്രധാനമന്ത്രി എനിക്ക് ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. I like Narendra Modi. ഒരുപാട് നല്ല വശങ്ങളുണ്ട്. He has a very good part. പക്ഷേ ഈ ഇലക്ഷന്റെ അവസാന ഘട്ടത്തിൽ At the end of this election, എന്തോ തനിക്കും ഈ പറഞ്ഞ പോലെ ഒരു വിഭ്രാന്തി കയറി. he also had got kind of anxiety. തന്റെ മനസ്സിൽ വലിയൊരു കാഴ്ചപ്പാട്, ഇതിനെല്ലാം എങ്ങനെയൊക്കെ ആക്കി തീർക്കാം. He had a great vision in his mind. തന്റെ വാക്കുകളൊക്കെ തെറ്റാൻ തുടങ്ങി. His words become loosened. നോക്കണം, ഇന്ത്യ പണിയാൻ തുടങ്ങി. He want to build the India. ഇന്ത്യ മോദിയെ ഒന്ന് ഞെരുക്കി. And India restricted Modi. നമ്മുടെ പ്രവാചകനായ Our prophet, ബിലിയാമിനെ ഒന്ന് കഴുതം ഞെരുക്കിയത്, അല്ല അവിടെ ഇട്ട് ഒതുക്കിയതുപോലെ. like the as restricted the Bilayam prophet. കഴുതയെ ബിലിയാം ഒതുക്കിയെങ്കിലും Even the Bilayam restricted ദൈവം as, ബിലിയാമിനെ ഒതുക്കിക്കളഞ്ഞു. the God restricted Bilayam. അത് ഞാൻ പറഞ്ഞ മോദിയെ ദൈവം സ്നേഹിക്കുന്നുണ്ടാകട്ടെ. Because God loves Modi. കാരണം താനൊരു ഭക്തനാണ്. Because he is a devoted person. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കന്യാകുമാരി പോയി ധ്യാനിക്കുകയൊക്കെ ചെയ്ത് As I told earlier, he went അടുത്തൊരു to Kanyakumari മിനിസ്ട്രിക്ക് for the വേണ്ടി meditation. ഒരു പ്രിപ്പറേഷൻ നടക്കുകയായി. He prepared for the next train. പക്ഷെ ഇനിയിപ്പോ തന്റെ പദ്ധതികളൊന്നും നടക്കത്തില്ല. Now his plans will not happen. കാരണം ഇടം വലം രണ്ട് ശക്തികൾ നിൽക്കുകയാണ്. Because there are two forces in the left and right. പെട്ടെന്നൊന്നും അങ്ങനെ നടക്കില്ല. It will not happen. അപ്പൊ ഒരു കാര്യം അവര് മറന്നു പോകുന്നു. One thing they forgot. ഈ ലോകം ദൈവത്തിൻ്റെതാണ്. This world belongs to സർക്കാർ God. പിശാചുകളെ പ്രവർത്തനം ചെയ്യുന്നെങ്കിലും Even though temporarily ആ they will ദൈവം work. തീരുമാനിക്കുന്നേ നടക്കത്തുള്ളൂ. What God decides will remain. ആ ദൈവത്തിന്റെ പദ്ധതി മാത്രമേ നടക്കൂ. Only God's plan will happen. ഏത് മതങ്ങൾ ശക്തിപ്പെട്ടാലും, Any religion comes into power. ഇസ്ലാം മതത്തിലെ തീവ്രവാദ ചിന്തകളുള്ളവര്, പൊളിറ്റിക്സ് ചിന്താഗതികളുള്ള ഒരു പ്ലാൻ ഉണ്ട്. There are political Islamists. മുഴു ലോകം ഞങ്ങൾ ഇസ്ലാമിസ്റ്റ് ആക്കി കളയും. We want to make the whole world as Islamic അത് country. ആ പാവപ്പെട്ടവരല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ബാബിലോണിൽ പ്രവർത്തിച്ച ശക്തി തന്നെയാണ്. This is the Babylonian spirit working behind them. അതിനാണ് അവരുടെ മുഴു പരിശ്രമങ്ങൾ. That's why they are trying. പക്ഷെ മറുഭാഗത്ത് നോക്കി, But other side, സൗദി അറേബ്യ മുതലുള്ളതായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ the Middle East countries from Saudi Arabia, 20% മുസ്ലിം ചെറുപ്പക്കാർ മതം വിട്ടു പോവുകയായിരുന്നു. 20% of the youth Muslims, they left their religion. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ In African countries, 1 മില്യൺ ജനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് the 1 million peoples we can see there, ഇപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവര് the peoples who believe Christ, 400 മില്യൺസ് ആയി കഴിഞ്ഞു. now 400 millions of Christians are there. അനേക ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് മുമ്പോട്ട് പോയി. Many Muslims converted to Christianity. അത് സഹിക്കാതെയാണ് എതിരാളികൾ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. That's why they are killing them. കാരണം അവരുടെ മതം അങ്ങനെ പറയുന്നുണ്ട്. Because their religion says so. മതം വിട്ടു പോകുന്നവനെ കൊല്ലാം. If they go out of the religion, we can kill പക്ഷേ them. യേശു എന്താ But പറയുന്നത്? what Jesus says, ശത്രുക്കളെ സ്നേഹിക്കണം. love your enemies. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മാർഗമാണ് നിലനിൽക്കത്തുള്ളൂ. The Christ way will അതിനെ remain. ഇല്ലാതാക്കാൻ എന്ത് അക്രമം ചെയ്താൽ ഇല്ലാതാവുമോ? Whatever we do, it will not
കാരണം ശത്രുക്കളെ സ്നേഹിക്കുക, We have to love the enemies. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, Who are troubled, you have to pray for ശപിക്കുന്നവരെ them. You അനുഗ്രഹിക്കുക. have to curse them, you have to bless them. ഇത് യേശുക്രിസ്തു അല്ലേ This is പഠിപ്പിച്ചിരിക്കുന്നത്? what Jesus told. ഗാന്ധിജി പോലും ഒരു പരിധിവരെ യേശുക്രിസ്തു എന്നാണ് കണ്ടെത്തിയത്. Gandhiji also taken the notes from Jesus. ഗാന്ധിജി വെള്ളക്കാരനോട് ക്ഷമിച്ചു കൊടുത്ത് നമ്മൾ പറയുന്നുണ്ട്. Gandhiji forgiven the white peoples. ഈ അടുത്ത സമയത്ത് ഒരു ജഡ്ജി, റിട്ടയർഡ് ജഡ്ജി, One retired judge, അദ്ദേഹത്തിന്റെ വാക്ക് ഞാനൊരു കാര്യം കേട്ടു. in his words I had, താനും himself, 3-4 ഫോറിനേഴ്സും സായിപ്പന്മാരും കൂടെ 2 or 3 foreigners, ആഫ്രിക്കയിലെ ഒരു രാജ്യം, നൈജീരിയ, ഒരു രാജ്യത്തിലെ ചെക്കിങ്ങിന് ചെല്ലുമ്പോൾ എയർപോർട്ടിൽ വെച്ച് when they went to Nigeria or some African countries for a checking, ഈ സായിപ്പന്മാരെ കംപ്ലീറ്റ് വസ്ത്രം ഉരിച്ചിട്ട് they remove all the dresses of the white peoples. ഉരിച്ചിട്ട് അവരെ പറഞ്ഞ പോലെ ചെക്ക് ചെയ്ത്, They checked. വെറും ചെട്ടിയിട്ട് ചെക്ക് ചെയ്ത് അവർ ഹാപ്പിയായിട്ട് നിന്നുകൊണ്ടിരുന്നു. They just stood there. പക്ഷെ ഇദ്ദേഹം പോയപ്പോൾ ഇന്ത്യക്കാരനാന്ന് പറഞ്ഞപ്പോൾ When they said, I am an ഓക്കെ Indian, ഗാന്ധിജിയുടെ ആൾ പൊക്കോ, you are a Gandhiji person, you can go. അപ്പോൾ അവിടെ റൂൾ തെറ്റിക്കുന്നു. They are not following the rule. അപ്പൊ എനിക്ക് തോന്നി ഗാന്ധിജി ഈ വേരിയേഷനോട് പഠിപ്പിച്ചോ. Gandhiji has started this പുറമേ variation. കാണിച്ചെങ്കിലും ഉള്ളത്തിൽ ഈ ഒരു പ്രതികാര ചിന്താഗതി ഉണ്ടായിരുന്നോ. Inwardly he got this kind of revenge. അതിന്റെ ഒരു ഭാഗമാണ് ക്വിറ്റ് ഇന്ത്യ എന്നുള്ളൊരു ആശയം കൊണ്ട് എഴുന്നേറ്റ് വന്നെന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. I got a doubt why this Quit India came. ചെക്കിംഗ് സ്റ്റേഷനിൽ എല്ലാവരും തുല്യമായി പോകണ്ടേ. Everybody has to be similar in checking അപ്പൊ ആ station. സായിപ്പിനുള്ളതായ പ്രതികാരം ഇവിടുന്ന് മാറുന്നില്ല. They have the revenge in their heart for the foreigners. യേശു പഠിപ്പിച്ചതല്ല. But Jesus taught, അപ്പോഴും താൻ പറയുന്നുണ്ട് തന്നെ ചവിട്ടിയവരോട് ക്ഷമിച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ട്. I forgiven the people who tread on me. നല്ലത് തന്നെ. That's good. അപ്പോൾ യേശു എന്താ ചെയ്തേ? But Jesus, what did Jesus told? അവരോട് ക്ഷമിക്കുക മാത്രമല്ല, Not only forgiven them, ക്രൂശിൽ വെച്ച് in the cross, തന്നെ ഉപദ്രവിച്ച് കൊന്നവരെ, the peoples who killed him, യേശു പിതാവിനോട് പറയുകയാണ്, to the Father he said, പിതാവേ Oh Father, ഇവർ ചെയ്യുന്ന അറിയാകിൽ ഇവരോട് ക്ഷമിക്കണം. they don't know what they do, so അതെന്തിനാ forgive. പിതാവിനോട് പറഞ്ഞേ? Why he told the ഈ Father? ഭൂമിയിൽ വെച്ച് ക്ഷമിച്ചുകൊണ്ടാകുന്നില്ല. In this world, if ദൈവം അവരുടെ അകൃത്യം ക്ഷമിച്ചില്ലെങ്കിൽ the Father didn't forgive them, അവർ നിത്യയിൽ ശിക്ഷിക്കപ്പെടും. in the eternity they will be punished. ആ ശിക്ഷ പോലും ഇവർ കൊടുക്കരുത് കർത്താവേ, ഇവരെ ക്ഷമിക്കണമെന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. Forgive them, that the punishment also they should അതാണ് not get. ദൈവത്തിന്റെ സ്വഭാവം. That is the nature of Christ. മനുഷ്യന്റെ ഒരു പ്രതീകമായിട്ട് ഗാന്ധിജി എടുത്താലും We take them, Gandhiji is a ഗാന്ധിജി man. കണ്ടതിനേക്കാൾ അങ്ങേയറ്റത്തേക്കാണ് യേശു കാണുന്നത്. Gandhiji is, Jesus is more than Gandhiji. യേശുവിന്റെ സത്യങ്ങളെയാണ് ഗാന്ധിജി ഉൾക്കൊണ്ടത്. Gandhiji took the truths of മുഴുവൻ Jesus. ലോകത്തിനും ഏറ്റുകൊള്ളാനുള്ള ദൈവപുത്രന്റെ രക്ഷിതാവും മോഡലും ക്രിസ്തു മാത്രമാണ്. The whole world can take Jesus as a savior and a അത് model. പറഞ്ഞിട്ട് നമ്മൾ തലവെട്ടിയാൽ സന്തോഷമാണ്. Even though we can they chop their head, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. the person who believe in me, if they die, he will ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. live. Living and believe he will not die. അതാണ് നമ്മുടെ ലക്ഷ്യം. That is our aim. അതുകൊണ്ട് വിശ്വാസികളായ നാം The believers, ക്രിസ്തുവിന്റെ മാർഗം വെളിപ്പെടുത്തുമ്പോൾ when we show the way of ശത്രുക്കളെ Christ, സ്നേഹിക്കാൻ കൃപ പ്രാപിക്കേണ്ട ഒരു but ആവശ്യം. to get the grace to love the enemies. ഇന്ന് TPM ൽ പോലും In the TPM itself, സ്വജനപക്ഷപാതക്കാരായി മാറുന്ന കുറെ പേരുണ്ട്. some people have the group love. നമ്മുടെ ഗ്രൂപ്പ്, Our same നമ്മുടെ group, ആളുകള്, our people, നമുക്ക് ലാഭം ഉണ്ടാകുന്ന ചിലര്, we can make some profit. ഇതിനകത്ത് ഫ്യൂ പീപ്പിൾ ആണ്. There are few people in the TPM also. അവരോട് ഞാൻ പറയുകയാണ്, To them I നിങ്ങൾ say, ഏത് സ്വർഗത്തിലാണ് പോകുന്നത്? which heaven you are going കഴിഞ്ഞ to. ദിവസം സെൻട്രൽ ഫെയ്ത്ത് ഹോമിലെ ചില വാക്യങ്ങൾ വായിച്ചല്ലോ. When I read some verses in Chandra Faith, ഏത് ഭാഗം വരുന്നത്? യശയാസ്കാവോ? ദരിദ്രനെ കണ്ടാൽ ഉടുപ്പിക്കണം, when you see the poor here to dress them, വിശപ്പായിട്ട് വരുന്നൊരുത്തിന് ഭക്ഷണം the കൊടുക്കണം. hungry here to give food. ഇത് നമുക്ക് താല്പര്യമുള്ളവർക്കല്ല കൊടുക്കേണ്ടത്. It's not to your group people, but അവന്റെ everybody. ക്വാളിറ്റി അല്ല നോക്കണ്ടേ. യേശു not ക്വാളിറ്റി about the നോക്കിയിട്ടല്ല അവന് സഹായിച്ചുകൊണ്ടിരുന്നത്. Jesus didn't help them with their quality. കൊള്ളാവുന്നതിനാണ് നിന്നെ ഞാൻ സൗഖ്യമാക്കാം, If you are good, I will heal you. ഭാവിക്ക് രക്ഷയില്ലെന്ന് യേശു പറഞ്ഞില്ലല്ലോ. God അപ്പൊ is- ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് തെറ്റ്. This is our faults. ഏത് ഭാഗമായിരുന്നത്? ഉറക്കെ വായിക്ക് വായിക്കും. എസെക്കിയേൽ 18:1 മുതൽ വായിച്ചു. Ezekiel 18:1 onwards. എസെക്കിയേൽ 18:1 മുതൽ എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കണം. Every believer should understand അപ്പൊ this. വിശ്വാസികളാണ് വേലക്കാരെന്ന് ഇങ്ങനെ കുപ്പായിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. If you use your dress, ദൈവത്തിന്റെ മാർഗം, ക്രിസ്തുവിന്റെ മാർഗം, ഈ ക്രിസ്തു പറയുന്നതിന് മുമ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. you understand this Christ way. ഇത് പഴയ നിയമത്തിൽ പറഞ്ഞ It's in കാര്യങ്ങളാണ്. the Old Testament. വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ, ആ. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രയേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? മൈക്ക് ശരിയായിട്ട് ഓൺ ചെയ്ത് വായിര്. അടുപ്പിച്ചു വായിക്കുക. എന്നാണ് നിങ്ങൾ ഇനി ഇസ്രയേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണം അല്ലെങ്കിൽ ശിക്ഷയുണ്ട്. പിന്നെ
എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്ന നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രയേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് അന്നേ ദൈവം പറയുന്നു. Those days God asked to cautious about these things. കടം വാങ്ങിയവന് പണയം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ നിന്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നനെ നോക്കണം, ഉടുപ്പിക്കുകയും അപ്പം വിശപ്പുള്ളവന് കൊടുക്കണം. To give a bread to the hungry. നമുക്ക് ഇഷ്ടമില്ലാത്തവന് വയറ് നിറച്ചു വന്നാൽ അവനെ കുത്തിക്കയറ്റി തീറ്റിക്കുന്ന പണിയല്ല നമ്മൾ ചെയ്യേണ്ടത്. It is not to our beloved peoples we give more. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ വന്നാൽ If some peoples from our ഒരു group, വയറ് നിറഞ്ഞിരുന്നാലും ഇല്ലില്ല ഇവിടുന്ന് കുറച്ച് കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉള്ളതെന്ന് പറയാം. even they are full, they are giving the food. അനുഗ്രഹത്തിനൊന്നും അല്ല, It is not for the blessing. അതിന്റെ പിന്നാലെ വരുന്നില്ല, ലാഭത്തിന് വേണ്ടിയാണ്. It's from profit. വായിക്കാം. നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ നോക്കണം, ചെയ്യാതിരിക്കുകയും പലിശയ്ക്ക് കൊടുക്കാതിരിക്കണം കേട്ടോ. ആരെങ്കിലും വിശ്വാസികൾ പലിശ കൊടുക്കുന്നെങ്കിൽ നീ ദൈവത്തിന് ശത്രുവാണ്. You are an enemy if you are giving പലിശ for the interest. കൊടുക്കാതിരിക്കുകയും പിന്നെ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കണം. നമ്മുടെ വീട്ടുകാർക്ക് ഒരു നേരും, For our family one, നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താൽ അതിനൊരു നേരും, for our children we give one മറ്റൊരുത്തൻ verdict. തെറ്റ് ചെയ്താൽ അത് വേറൊരു നേരുമായിട്ട് മാറരുത്. Another person do some other verdict. ഇതെല്ലാം ഇവിടെ ചിലപ്പോൾ സമ്മതിച്ചെന്നിരിക്കും, Maybe it can happen here, ദൈവം സമ്മതിക്കത്തില്ല. but God will not allow this. വായിക്കാം. എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി നോക്കണം, ജീവിച്ചിരിക്കുന്നു. അങ്ങനെ നേരോടെ നടക്കുന്നവനാണ് നീതിമാൻ. He is just. ഇപ്പൊ 100% ഒറ്റയടിക്കൊന്നും നമുക്ക് ചെയ്യാൻ ഒക്കത്തിൽ നമുക്കറിയാം. We cannot do this 100%. എങ്കിലും കർത്താവ് പറഞ്ഞ പോലെ മിനിമം 30 ആരംഭിക്കണ്ടേ? We can start with 30-fold. ഇതൊക്കെ മനസ്സിലാക്കി വേണം ഈ കാലത്ത് ജീവിക്കാൻ. We have to understand these things to live. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചോണ്ട് എന്താ ഗുണം? Not to love the people who love us. ഇനി യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. In Isaiah 58 also we read the same. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും വായിച്ചേ, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നോൽക്കുന്നു. നോമ്പ് നോക്കുന്നു. അപ്പം നോമ്പൊക്കെ നോക്കുന്ന എന്തിനാ? Why you are ഇത് കഴിഞ്ഞിട്ട് fasting? വേണം അവനെ കൊല്ലാൻ. To kill him. ഈ നോമ്പ് നോക്കി കിട്ടുന്ന ശക്തി കൊണ്ട് വേണം അവനെ കൊല്ലാൻ, We have to kill others with the power of fasting. അല്ലെങ്കിൽ അവന്റെ വീട് തകർക്കാൻ. We have to destroy his house. അല്ല, നോമ്പുകാലം കഴിയിട്ട് എന്നിട്ട് വേണം കേസ് കൊടുക്കാൻ പോവാൻ. After this fasting, Lenten times, I have എന്തോ to do the നോയമ്പാടോ ഇത്? case. What kind of അത് fasting? ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും നിന്റെ നോമ്പിനെ ആരാ? പിശാച് അംഗീകരിക്കും, ദൈവം അംഗീകരിക്കും. Will God allow this? Accept this? വായിതാവട്ടെ വായിച്ചു. ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ ഇതെന്തോ ഒരു മതമാണോ ഇത്? What kind of religion is? ഇതാണോ നിന്നെ പഠിപ്പിക്കുന്ന മതം? അത് ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും പഠിച്ചു നോക്കേ. Whatever the ഏത് religion you are. ദൈവമാണ് നിന്റെ ദൈവം? Which God you are God? ഈ സത്യദൈവം എന്ന് പറയാ ഈ കാര്യം പഠിപ്പിക്കുമ്പോൾ When this true God says ഇതിന് so, വ്യത്യസ്തമായി ചെയ്യുന്നെങ്കിൽ വീണുപോയ പിശാചാണ് നിന്റെ ദൈവം എന്ന് നീ അറിഞ്ഞുകൊള്ളണം. this is the fallen angel is your God. ആ ദൈവത്തെയാണ് പെന്തിക്കോസുകാരെ നീ സേവിക്കുന്ന ഓർത്തുകൊള്ളണം. You are also serving the same Lord. അതുകൊണ്ട് അവനവന്റെ ജീവിതം നന്നാക്കണമെങ്കിൽ To make your life better, ദൈവത്തിന്റെ വചനം ആധാരമായിരിക്കുക. your word of the God should be your source. ആ വചനത്തെ ആധാരമാക്കിക്കൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. From the word of God you have to go അതോട്ട് forward. വായിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉപവാസം ഒന്നും ഇവിടെ എത്തത്തില്ല. It will not come here. കാരണം നിങ്ങളുടെ പ്രവൃത്തി നന്നാക്കേ. But you have to make your യിരെമ്യാ works. പറയുന്നത് നടപ്പും പ്രവൃത്തിയും നന്നാക്കാൻ നോക്കാം. Jeremiah says you make your work right. വാചമടിച്ച് കള്ളം പറഞ്ഞ് സോപ്പിട്ട് തന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കാം. വേലക്കാർക്കും വിശ്വാസികൾക്കും ജീവിക്കാം. It's not about telling lies. അതേത് മതക്കാർക്കും പൂജാരിക്കും പുരോഹിതനും എല്ലാം ജീവിക്കാം. Whatever the religion you can do so. പക്ഷെ അവസാനം നീ എന്ത് ചെയ്യും? But the end, നിന്റെ ന്യായം വിധിക്കുന്ന നാളിൽ there will be a day of judgment. നിനക്ക് നേരെ നിൽക്കാൻ സാധ്യമല്ല. You cannot stand straight. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. This is the plan of നമ്മുടെ God. മതവും ജാതിയും ഒന്നുമല്ല വിഷയം. It's not about caste or religion. മതവും ജാതിയല്ല. It's not about caste or religion. കഴിഞ്ഞ മെസ്സേജിൽ ഞാനേതോ ഒരു ഹൈന്ദവ ഉദാഹരണം പറഞ്ഞു തരാം. Recently I given a അയ്യോ, ഇതിനകത്ത് പെന്തിക്കോസിൽ ഓർത്തഡോക്സുകാർക്ക് അത് പിടിക്കുന്നില്ല. ഒന്ന് രണ്ടു പേർക്ക്. Some Pentecostal people didn't like this. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പ് മനുഷ്യനില്ലേ? Before Jesus came to this world, there were men. ഇവിടെ മതമില്ലേ? There are religion. ആ മതങ്ങളും കുറെ നല്ല കാര്യം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. That religion also taught some good things. അപ്പോസ്തലനായ പൗലോസ് And Apostle Paul, വിഗ്രഹങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നല്ലോ. he walked in between the അഥേനയിൽ ചെന്നപ്പോൾ when he went to Athens. വിഗ്രഹങ്ങളുടെ ഒരു മ്യൂസിയം തന്നെ അവിടെ ഉണ്ടായിരുന്നു. There was a museum of idols. ആ മ്യൂസിയത്തിൽ കൂടെ പൗലോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ In the museum he was walking through, അതിലൊരു വിഗ്രഹത്തെ കണ്ടു. പേരില്ല. he saw an idol. പേരില്ല. It don't have the name. Unknown God. An unknown God.
അത് വെച്ചുകൊണ്ട് പോലും സുവിശേഷം പറയാം. And he started sharing the gospel by that ഇതൊക്കെ idol. മനസ്സിലാകണം, കുറെ കൂടെ ഒക്കെ നമ്മൾ ജ്ഞാനത്തിൽ വളരണം. We had to grow in wisdom to understand all these things. അവിടെ ജ്ഞാനമാണ് വിഷയം. The wisdom is important. വിഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കല്ല, It's not about encouraging the അതിന്റെ idol. പിന്നിൽ അവർ വിശ്വസിക്കുന്ന ഒരു വിഷയം എടുത്തുകൊണ്ട് നമ്മൾ ഈ സത്യത്തെ അവരെ ബോധിപ്പിക്കുകയാണ്. We are sharing the gospel by taking the truth from their അല്ല, religion. ഈ ഓർത്തഡോക്സ് ബന്ധുക്കൾ കേൾക്കുമ്പോഴേ ഇത് ഹിന്ദുക്കളുടെയാണ്, ഇത് വിഗ്രഹമാണെന്ന് പറഞ്ഞാൽ The Orthodox Pentecostals say that this is from ഇത് another അവരുടെ religion. വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുപോയി ഇതുപോലെ നിരത്തി വെച്ചിരിക്കുക. Their idols are there in the temple. കത്തോലിക്കരെ കുറ്റം പറയുന്നുണ്ട്. Even some people blame ശരിയാണ്, Catholics. ഉണ്ടാക്കാന്നുള്ള സത്യമാണ്. They are doing the mistakes. പക്ഷേ അവരും ഉണ്ടാക്കിയിട്ട് But after they made, രൂപക്കൂട്ടിലാണ് വെക്കുന്നത്. they put in the chamber. കപ്പ്യാർ ഇത് പൂട്ടിക്കൊണ്ട് പോകും. The clerk closed it. പിന്നെ പുണ്യാളത്തിനല്ല, കർത്താവ് പോലും പുറത്തു വരണമെങ്കിൽ കപ്പ്യാർ തുറന്നു കൊടുക്കണം. The parish clerk has to open it. അപ്പോഴേ മനുഷ്യർക്കറിയാം ഇതിന്റെ വാല്യൂ ഇത്രയേ ഉള്ളൂ. Only this much value this one. പക്ഷെ പെന്തിക്കോസുകാരാ, നിന്റെ എന്റെ വിഗ്രഹ ഹൃദയത്തിലല്ലേ? But our idol is in our heart. അത്യാഗ്രഹമാകുന്ന വിഗ്രഹാരാധന. Covetousness is an idol. കൊലോസ്യർ 3:5 എഫേസ്യർ 5:5 പറയുന്നുണ്ട്. Colossians 3:5 and Ephesians 5:8 says ദ്രവ്യാഗ്രഹം covetousness. നോക്കണം, സകലവിധ ദോഷത്തിനും. It is the root of all the evil. അപ്പൊ ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു ഭാഗമല്ലേ പലിശ വാങ്ങിക്കുന്നത്? Taking interest is a part of covetousness. അല്ല, ദ്രവ്യാഗ്രഹം വരുമ്പോഴല്ലേ ഈ പറഞ്ഞ പോലെ അതിനുള്ള പ്രസംഗം ചെയ്യുന്നത്. And we do the preaching because of the covetousness. ഞങ്ങളെയൊക്കെ പാസ്റ്റർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. Pastors used to taught us. ദശാംശത്തിന്റെ സത്യങ്ങൾ പഠിപ്പിക്കാം. We have to share the പക്ഷെ truth about ദശാംശം കിട്ടുന്നതിന് വേണ്ടി പ്രസംഗിക്കരുത്. You should not preach for the tithes. പുതിയ നിയമ ശുശ്രൂഷകർ, Even the New Testament governors, പ്രത്യേകിച്ച് TPM ശുശ്രൂഷകർ, the TPM ministers, ദശാംശം കൊണ്ടല്ല ജീവിക്കേണ്ടത്. they should not live with എന്റെ tithes. നീതിമാൻ വിശ്വാസത്താൽ My just live by faith. ഞാൻ പള്ളിപ്പാടിരിക്കുന്ന സമയത്ത് When I was in Pallipad, അവിടെ ഒരു മതമായി മാറി. there was a religion. ആ പള്ളിപ്പാട് സഭയിൽ നല്ല പല സഭകളും മതങ്ങളായിട്ട് മാറുകയാണ്. Many churches became as a religion. ഇപ്പൊ ഞാനിതെല്ലാം കണ്ടിട്ട് ചോദിച്ചു, When I seen and asked, ഞങ്ങൾ സമുദായക്കാർ പള്ളിയിൽ പോകുന്ന സമയത്ത് ഇതിലും ഭക്തിയും വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. we nominal Christians, when we go to the church, we have the fear of the God. അവിടെയുള്ള അച്ഛന്മാരും അൽമേനും കുറെയെങ്കിലും ഭയമുണ്ടല്ലോ. The fathers there, they have the fear of the ഇവിടെ God more നിങ്ങൾ than you. നിങ്ങളുടെ സന്ധികളും കാണിക്കുന്ന ഈ കോട്ട്പ്രായത്തിൽ ന്യായവിധി ഇല്ലെന്ന് ഞാൻ അവിടെ ചോദിച്ചു. You and your generation showing this, will you not get the judgment? അതിന് കൂട്ടു നിൽക്കുന്ന പല വേലക്കാരും ആ സെന്ററിൽ ഉണ്ടായിരുന്നു. Many workers are supporting them. മാഫിയ ഗ്രൂപ്പ് പോലെ പോയിക്കൊണ്ട് പിശാച് അവരെ എങ്ങനെ It കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. is like a mafia group. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ അതിനെ നേരിട്ടോളാൻ പറഞ്ഞു. The God asked me to fight against them. സ്വപ്നത്തിൽ എന്നോട് സംസാരിച്ചു കാണിച്ചു. God told me in the dream and told me to do അപ്പോൾ so. ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവിടെ പറയാൻ തുടങ്ങി. Then I started sharing these things. നോക്കണം. അപ്പോൾ ചിലർ അതിനെതിരായി. Some people become against to it. അപ്പോൾ ദൈവത്തിന്റെ സത്യങ്ങൾ വചനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ When we have the truths of God, നമ്മൾ ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. we have to give importance to this. വചനത്തിന് പ്രാധാന്യം We have to കൊടുക്കണം. give importance to the word of God. വചനപ്രകാരം According to the word of നമ്മെ God, ക്രമീകരിക്കണം. we have to correct ourselves. അല്ല, അവിടെ പാസ്റ്റർമാരെ പൊക്കി പറയുകയും ഞങ്ങളുടെ സഭയെ പറ്റി പോയി എങ്ങനെ ഒരു മതം ഈ TPM പോലും കയറിയിട്ടുണ്ട്. It's not about speaking അതുകൊണ്ടാണ് high about the വിശ്വാസികൾ pastors. യേശുക്രിസ്തു ഒരു കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. I have seen ഇവിടുത്തെ വിശ്വാസികൾ, ഇവിടുത്തെ കുമളി മാത്രമല്ല, our believers. പല വിശ്വാസികൾ വിശുദ്ധന്മാർ പൊക്കി പറഞ്ഞാൽ യേശുക്രിസ്തു ഇവന്മാർ വായി വരത്തില്ല. Many believers say saints, but they are not saying about ചില Jesus Christ. സുവിശേഷ വേലക്കാർക്ക് സെൻട്രൽ പാസ്റ്റർ ഭയങ്കര പേടിയാണ്. കാരണം ദൈവത്തെ ഭയമില്ല. Some workers are afraid of center pastor, but not അവിടെ the God. ചെല്ലുമ്പം വലിയ ഭക്തിയോടെ നിൽക്കുന്ന ചുരുക്കം പേര് കേട്ടോ. Few people. ഫ്യൂ ഉള്ളൂ, അല്ല Only few മജോറിറ്റി people. അല്ല, ഫ്യൂ. Few people. യവന്മാരെ ശരിയായില്ലെങ്കിൽ ഈ വേലയ്ക്ക് ദോഷവും വരും, ഇവരൊക്കെ നരകത്തിൽ പോയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അടിക്കടി ഇതെടുത്ത് പറയുന്നത്. That's why I'm saying again and again. അത് പറയാനുള്ള അനുവാദം ദൈവം തന്നുകൊണ്ടാണ്. God has given me the permission to do so. അപ്പൊ ഇവർ വലിയ ആളുകളായിട്ട് ഇങ്ങനെ നടക്കും. They become very big. അങ്ങനെ എല്ലാ സഭയിലും ഉണ്ട്. In every churches we can see this. ദൈവം തമ്പുരാൻ ആ മതങ്ങളെല്ലാം പൊളിച്ചു കളയണം. God will destroy all those religions. ക്രിസ്തുവിലേക്ക് തിരിച്ചു വരണം. We have to come back to the Christ. അപ്പൊ ഇവരുടെ പരിപാടി എന്താ? What is their? വിശുദ്ധന്മാർ ഇങ്ങനെ പൊക്കി. They will praise saints. ചില വിശുദ്ധന്മാർക്ക് അത് കേട്ടില്ലെങ്കിൽ സന്തോഷം വരത്തില്ല. Some saints don't. ഈ They want ശൗലിന് to കിന്നരം വായിക്കുന്ന പോലെയാണ് ചില വേലക്കാർക്ക് അവരെ പൊക്കി പറയണം. like playing harp. ഞങ്ങളുടെ വിശുദ്ധന്മാർ, Our saints. അപ്പൊ ഇവന്മാർ സാക്ഷി പറയുമ്പോൾ പറയും വിശുദ്ധന്മാർ പ്രാർത്ഥിച്ച് സൗഖ്യം തന്നു. When they speak testimony, they say our saints prayed. ഇവിടെ സൗഖ്യം തന്ന ദൈവമല്ലേ? The God has healed you. മഹത്വം ദൈവത്തിന് കൊടുത്തോളൂ. You have to give glory to God. ഇങ്ങനെ അനേക CPM കാരുടെ വായിൽ ഞാൻ കേട്ടിട്ടുണ്ട്. CPM കാർ പണ്ടത്തെ I have heard this from many mouths of CPM people. We are from CPM. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ പോലെ തന്നെയാണ് അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. Like communist peoples, we also said so. തമ്പുരാൻ ആ CPM-നെ ഉടച്ചു. God has destroyed that CPM. ഇപ്പൊ ഈ അഹങ്കാരം പിടിച്ച് ഈ CPM-നെ This ഉടച്ചുകൊണ്ടിരിക്കുക. CPM also got destroyed. അഹങ്കാരിയെ നീ ഇടറി വീഴും. Oh, pride, you will fall down. അതെല്ലാവരും. Everyone. നമ്മുടെ മോദിജിക്കും ഇച്ചിരി അഹങ്കാരം കൂടി. And Modi ji also got little bit pride. വേണ്ടാത്തല്ല കുറച്ച് വിളിച്ചു പറഞ്ഞു. And he talked little bit more nonsense. വേണ്ടേ റിസൾട്ട് വന്നപ്പോഴേ And when the result came, തത്തറ പുത്ത it's not up to the mark. ടു ആൻഡ് ഫ്രോ. To and fro. അതിപ്പോ മോദിജിയെ കർത്താവ് സ്നേഹിച്ചുകൊണ്ടാണ് പുള്ളി ഒന്ന് ഉടച്ചത്. Because God loved Modi, that's why he destroyed him. അതുകൊണ്ടാണ് ലോകത്തെ നീ മേക്ക് ചെയ്യാൻ പോകുമ്പോൾ When you go to lead the world,
ലോകം നിന്നെ ഒന്ന് ബ്രേക്ക് ചെയ്യും. and the world will break you. അതെല്ലാവർക്കും ഉണ്ട്. Everywhere it is there. ഇപ്പൊ കാണിച്ചു തരാന്ന് പോകുമ്പോൾ തട്ടി വീണ് കാലൊടിയുന്നു. Now I will show, then you will fall down. പിന്നെ അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കേണ്ടി വരും. Then you have to fall down. ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളൊക്കെ. These are the part of this. ഒരു സമയം ഞാൻ കണ്ടു ഒരു സഹോദരിയായിട്ട് ഭയങ്കര വഴക്കുടിച്ചോണ്ടിരിക്കുകയാണ്. One time I have seen a sister was making a fight with another sister. ഇച്ചിരി 2020 കളിച്ചോണ്ടിരിക്കുക. It's like a ഈ game. സഹോദരി വാക്കിച്ചിരി ഷാർപ്പാ. She spoke very sharp. ഇപ്പൊ ഞാൻ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് സാധനം എടുക്കാനായിട്ട് തവി എടുത്തുകൊണ്ട് അടുക്കള വാതിക്കലോട്ട് ചെന്ന് പായല തെന്നിപ്പോയി. And she slipped in the floor. കൈ വട്ടം ഒടിഞ്ഞ് എല്ല് വെളി വന്നു. And this bone came out. ഞാൻ ഹോളിന്റെ അവിടെ നോക്കുമ്പോൾ ഈ സഹോദരിയുടെ കൈ വെളുത്ത എല്ല്. And I have seen the bone. ഇതായി പോയി. I even shocked. പിന്നെ അതെല്ലാം വെച്ച് കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കുക. Then she was with her hands. അത് എന്നെ ആയാലും നിങ്ങളെയാലും എന്റെ കൈ ഒടിഞ്ഞ കേട്ടോ. Even my hand also broken out. അത് ഇച്ചിരി അധിക പ്രസംഗവും അനുസരണക്കേടും കൊണ്ടുവന്നു. It's because of the disobedience. ചെറുപ്പത്തിൽ In the 9ാമത്തെ വയസ്സിൽ. In the 9th age. പിന്നെ അത് കുറച്ചാൾ കെട്ടി തൂക്കി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനർത്ഥം പരീക്ഷ വരുന്നതിന്റെ കാരണം when you have this kind of things, നമ്മൾ പൊങ്ങാൻ പാടില്ല. if you go high, ദൈവം അപ്പൊ തന്നെ നമ്മൾ അടിച്ചു കളയും. God will give some punishment. അതുകൊണ്ട് പ്രധാനമന്ത്രിയല്ല, even the prime minister, ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും, even the president of India, മുഖ്യമന്ത്രി ആയാലും, even the chief minister, TPM-ലെ പാസ്റ്റർമാരായാലും, pastors of TPM, അഹങ്കാരത്തോടും നിങ്ങളത്തോടും ദൈവത്തിന് കോംപ്രമൈസ് ഇല്ല. if you have the pride and haughtiness, God will എവിടെ not കണ്ടാലും compromise. ഉടച്ചു കളയും ദൈവം. Everywhere God will break it. താഴ്മയ്ക്കും യഹോഭക്തിക്കുള്ള പ്രതിഫലം. For the fear of the God and the humility. എന്നാ മോദിജി ഒരു ഭക്തനായതുകൊണ്ട് But Modi ji is a devoted person. മനസ്സ് ക്ലിയർ ചെയ്ത് ഇപ്പൊ പുതിയൊരു ഭരണകൂടം ദൈവം കൊടുത്തു. Now God has given another reign. ദൈവം കൊടുത്തു. God has given him. ഇനി ഇതൊന്നും അഹങ്കാരം പറയാതെ മര്യാദക്കൊക്കെ ഭരിച്ചു. Now you should not rule with pride. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ട സ്വപ്നം അനുസരിച്ചാണെങ്കിൽ, In my dream, according to my സ്വപ്നം dream, പറഞ്ഞില്ലേ, I told a dream. ഞാനൊരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കും, ഒരിക്കൽ കൂടെ കേൾക്കാത്തവർ പറയാം. When I was in a bus stand, ഞാനൊരു ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ബസ് ഇരിക്കുക. I was waiting for a bus in a bus stand. സാധാരണ യാത്രക്കാരനെ പോലെ As a normal passenger, ഈ പ്രൈമിന് മോദിജി this Modi ആ ji, വെയിറ്റ് ഷെഡിലേക്ക് നല്ല ഫ്രീ ആയിട്ട്, ഞങ്ങൾ വലിയ വർഷങ്ങളോളം പഴക്കമുള്ള ഒരാളെ പോലാണ് പരിചയപ്പെടുന്നത്. and we thought like familiar peoples. ഈ വെയിറ്റ് ഷെഡിലേക്ക് കയറി വന്നിട്ട് He came to that waiting shed. ഹലോ, He said hello to me. ഞാൻ സാറിന്റെ ഒറ്റയ്ക്ക് സെക്യൂരിറ്റി ഒന്നുമില്ല. Why are you alone, sir? ഞാൻ മടുത്ത് എൻ്റെ ഭാഷയെ. I am completely ഞാൻ down. കണ്ട സ്വപ്നം കേട്ടോ. This is my dream. എങ്ങനെ നിറവേറിയാലും എനിക്ക് വിഷയമല്ല, കണ്ടത് അതുപോലെ പറയുക. I'm just saying what I have seen. ഞാൻ മടുത്ത് ഭാഷ, എനിക്കിനി ഭരണവും വേണ്ട, ഒന്നും വേണ്ട, എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ദൈവത്തെ വിളിച്ച് സന്തോഷമായി ജീവിച്ചു. I am tired. I want to go to meditate somewhere. ടയർഡല്ല, ക്ഷീണിതനല്ല, മടുത്തെന്ന് പറഞ്ഞാൽ അതിന് ഇഷ്ടമില്ലാത്തൊരവസ്ഥയ്ക്ക് വന്നു. ഇതല്ല, I am not contented with this. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി സന്യസിക്കാൻ പോകുന്നതിൻ്റെ അർത്ഥം I am going somewhere to do the meditation. എനിക്കൊരു സാധാരണക്കാരുടെ ജീവിതം, ഈ സെക്യൂരിറ്റിയും വേണ്ടെന്നുണ്ട്, സാധാരണ ജീവിതം. I don't want this security. I want to do a normal person's life. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞ കുറച്ചാൾ മുമ്പാ. A few days back, I have seen such kind of vision. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ ദൈവം തന്റെ ഹൃദയത്തിനൊത്തോണ്ട് അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും. God will restore those peoples in His mind. പിന്നെ വേണമല്ലോ, എല്ലാ കാലത്തും മുഖ്യമന്ത്രിയും പ്രൈം മിനിസ്റ്ററൊക്കെ ആവശ്യമല്ലേ. Every time we need chief minister and prime minister. ദൈവമക്കളായ നമ്മുടെ കടമ The children of God, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. we have to pray for them ഇവര് നിഗളിച്ചു പോവാതെ without pride. താഴ്മയോടെ ജീവിക്കാൻ ദൈവത്തിന് കൊടുക്കണം. They have to give glory to God. നമുക്കറിയാം, ദാനിയേൽ പുസ്തകത്തിൽ വായിക്കുമ്പോൾ In Daniel's book, നെബൂഖദ്നേസർ ദൈവത്തിന്റെ മനസ്സിനത്തോട് നല്ലൊരു രാജാവായിരുന്നു. Nebuchadnezzar was a good king according to the mind അവൻ of God. നിഗളിച്ചപ്പോൾ അവനെ താഴ്ത്തി. When he got pride, he humbled. നോക്കണം, 7 വർഷം For 7 years, മൃഗങ്ങളെ പോലെ മൃഗത്തിന്റെ കൂടെ കൊണ്ടിട്ട് കൊടുത്തു. like animals, പുല്ലും തിന്ന് he eaten the grass പച്ചക്കറിയും കടിച്ചു തിന്ന്. and he eaten the grain. 7 വർഷം കഴിഞ്ഞപ്പോൾ After 7 years. നോക്കണം, 7 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തി. I raised my eyes upon heaven. ഞാൻ സ്വർഗത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തി. I raised my eyes to the heaven. സ്വർഗത്തിലെ ദൈവത്തെ ഞാൻ വാഴ്ത്തി. I have praised the ദൈവം God of തനിക്ക് heaven. ബോധിച്ചവരെ രാജ്യം കൊടുക്കുന്നുള്ളത് തനിക്ക് മനസ്സിലായി. God has given the kingdom to his രാജ്യങ്ങളുടെ people. രാജാവായ, He is a king of kings. രാജ്യ സാമ്രാട്ടായ He is the emperor. അദ്ദേഹത്തിന് മനസ്സിലായി ദൈവമാണ് രാജ്യങ്ങളുടെ മേൽ വാഴുന്നത്. വായിച്ച് 4:34. ദാനിയേൽ 4:37. 4. കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ ആ കാലം കഴിഞ്ഞു. After those days, അപ്പോൾ എല്ലാവർക്കും ഒരു പരിശോധന കാലമുണ്ട്. there will be a time of ഇന്ദിരാഗാന്ധി നമ്മൾ കണ്ടില്ലേ? we can see ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നേതാവായിരുന്നു. she was a leader in the India. ഇന്ത്യക്ക് വേണ്ടി തന്നെ ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു. She lived for India. പക്ഷേ നീളം വന്നപ്പോൾ But when she came, താഴ്ത്തി. God humbled her. പിന്നീട് വീണ്ടും ഉയർത്തി. Afterwards, once again she lifted up. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. This is the plan of God. താഴ്മയുള്ളവരെ ദൈവം രക്ഷകൊണ്ട് അലങ്കരിക്കുന്നു, നിഗളികളെ താഴ്ത്തി കളയും. For the pride peoples, God will put ഇത് them down. ഉപദേശിമാരും ഭാഷന്മാരും വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. The believers and pastors should understand അപ്പോൾ this. നിഗളത്തോട് ദൈവത്തിന് കോംപ്രമൈസ് ഇല്ല. God will not compromise with the pride. പാപികളുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കും. God will forgive the sinners' sin. നിഗളത്തോട് അവരെ
താഴ്ത്തിയിട്ടേ അടുത്ത കാര്യമുള്ളൂ. നിഗളികളെ ദൈവം താഴ്ത്തിയിട്ടേ അടുത്ത കാര്യമുള്ളൂ. God will put down the pride people. വിശ്വാസികളായ നിങ്ങളും ശ്രദ്ധിച്ചോണം. When the believers also പത്ത് പേര് should be നിങ്ങളെ പുകഴ്ത്തുമ്പോൾ careful. Even the people praise you, അച്ചായൻ വലിയ ആള്, Achayan is a good person. അല്ല അണ്ണൻ ഇരുന്നാത്താൻ ഞങ്ങൾക്ക് കാര്യം സാധിക്കും, Annan, you have to be here. അണ്ണി ഇരുന്നാത്ത അണ്ണന് വേണ്ടിയെല്ലാം സൂക്ഷിച്ചോണം കേട്ടോ. And he also should be careful. എടുത്തിട്ട് ദൂരക്കളെ അവസാനം God will throw you away. ആ ഉപദേശി മദറും പാസ്റ്ററും എല്ലാവരും. Even the ministers and pastors and mothers. ഞാൻ ഇന്ന് പഠിച്ചൊരു കാര്യമായി പറയുന്നത്. This is what I learned. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. Praise be to ഈ God. കാലം കഴിഞ്ഞ ശേഷം, ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. നോക്കണം, സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി. I lifted my upon eyes to ഇത് the heaven. സ്വർഗമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. There is no ഇതെല്ലാം അനാവശ്യമായ അധികാരത്തിൽ കരുതി കസേര ഇരുന്ന് ഓരോരുത്തന്മാർ after come to the power. He കാണുന്നവരെല്ലാം ചീത്ത വിളിച്ച് നടക്കുക. he scolded other ചില people, നേതാക്കന്മാരുള്ള കാണുന്നവരെല്ലാം other leaders. എല്ലാത്തിനും ചീത്ത വിളിച്ച് നടക്കുക. He used to scold people. ആരും തിരുത്തരുത്. They should എന്നെ correct പോലെ them. ഒരു ഏകാധിപതി ലോകത്തിലില്ല I want to be an emperor. എന്നൊക്കെയാണ് ഈ നെബൂഖദ്നേസർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. Nebuchadnezzar also ഞാൻ thought so. എൻ്റെ ധനമഹാത്മ്യത്താൽ Because of my greatness. കുറെ പണം കൈ വരുമ്പോൾ ഈ അല്പപ്രാണികൾക്കെല്ലാം സ്പിരിറ്റ് കയറും. Some people when they get the money they will think പണം കൊണ്ട് എന്തും ആകാം. with the money I can do അല്ലെ many കുറെ things. പേര് ഇങ്ങനെ കുത്താനും വെട്ടാനും നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കാം. We can make our kingdom because of the ഇപ്പൊ murder. ഓരോന്നിനും കസേര കയറ്റിയിരുന്ന് ഇക്ഷ വരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Now the എന്തെല്ലാം people's- ആക്ഷേപം കേട്ടാലും പിന്നെ ചിലതിനെ കാണ്ടാമൃഗത്തിന് തൊലിയായതുകൊണ്ട് കുഴപ്പമില്ല. കാരണം പിശാച് ഇങ്ങനെ കഠിനപ്പെടുത്തിയിരിക്കുക. എന്ത് മനുഷ്യൻ പറയത്തില്ല കാണ്ടാമൃഗത്തിന് തൊലിയാണ്. Like the skin of the unicorn. അങ്ങനെയല്ല, It's not like അവരെ this. പിശാച് കഠിനപ്പെടുത്തി വെച്ചിരിക്കുക. The devil has hardened കുറെ their heart. കുറെയൊക്കെ മനുഷ്യൻ മനസ്സിലാകാൻ അപഹാസ്യമായി തീരാനും വേണ്ടി When they become a reproach of others, ദൈവം കൂടെ അനുവദിച്ചിരിക്കുക. God also allowed. എന്നാൽ ചിലർക്ക് ചാൻസ് കിട്ടും. But some people will get a chance. മോദിജിക്ക് ചാൻസ് കിട്ടി. Modiji got a chance. മോദിജി പോയി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വീണ്ടും ഒരു ചാൻസ് He കിട്ടി. meditated and again he got the chance. ഇതുപോലെ എല്ലാവർക്കും ചാൻസ് കിട്ടത്തില്ല. Now everybody will not get this chance. ദൈവം എടുത്ത് ദൂരക്കളെ. God will throw some people. വായിച്ച് ഈ കാലം കഴിഞ്ഞ ശേഷം ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. ഉയർത്തി. എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. അപ്പൊ ബുദ്ധി പോകുമ്പോഴാണ് ഈ തോന്നിവാസമൊക്കെ പറയുന്നത്. When the understanding goes, we say ബുദ്ധിയില്ലാത്ത ലീഡേഴ്സ് ആയാലും മതപുരോഹിതന്മാരായാലും തോന്നിവാസമെല്ലാം സംസാരിക്കും. the leaders don't have the wisdom will say all these things. തന്നെ തന്നെ ഉയർത്തി കാണിക്കും. They will show themselves high. ഞങ്ങളാണ് സാമ്രാജ്യം, We are the kingdom. അല്ലേ? ഞങ്ങളില്ലെങ്കിൽ Without us, രാജ്യമില്ല, ഇന്ത്യ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീൺ പിടിച്ചില്ലേ? there is no nation, there is no kingdom. ഇപ്പൊ അഡ്രസ് ഇല്ലാതായില്ലേ? There is no address for them. ഇനിയെങ്കിലും അഹങ്കാരം നിർത്തേ. So you have to cut down your pride. ആ രാഷ്ട്രീയക്കാരായാലും മതം When നേതാക്കന്മാരായാലും the religious leaders or the political അവസാനം leaders, നിന്റെയൊക്കെ കഥ ഇതുപോലെ ആയിത്തീരും. otherwise you will end up like this. ഇതാണ് ദൈവം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. This is what God teaches. സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി വായിക്കാം. They lifted his eye. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി. ദൈവത്തെ വാഴ്ത്ത്. നിന്റെ സംഘടനയും മതവും ചിഹ്നമൊക്കെ ഒന്നുമല്ല, ദൈവത്തെ വാഴ്ത്തിക്കോ. നിന്നെ പടച്ചവനെ വാഴ്ത്തിടൂ. പടച്ചവൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ? To praise your most high creator. ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി. When I was in Kozhikode in auto rickshaw, അപ്പൊ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊടുത്ത് പറഞ്ഞു, I was just conversating normally. നിങ്ങളും ഏകസത്യ ദൈവത്തെയാണല്ലോ വിശ്വസിക്കുന്നത്. We are also believing the same one God. അള്ളാഹെ വിശ്വസിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. He said ആ Allah. മുസ്ലിം ഓട്ടോക്കാരനോട് പറയാം, ഞാൻ അള്ളാഹൊന്നും വിളിക്കത്തില്ല, പടച്ചോന്നേ പറയത്തുള്ളൂ. I will not call Allah. അള്ളാന്ന് പറയത്തില്ല, പടച്ചോന്നേ. അപ്പൊ എനിക്ക് വകുപ്പൊന്നും അറിയത്തില്ലായിരുന്നു. You don't know. നമ്മളൊന്നും പഠിച്ചിട്ടുമില്ല. I didn't study. ഇപ്പൊ പിന്നെ യൂട്യൂബിൽ അവിടെ കേട്ട് നമ്മുടെ സുഭാഷ് പുന്നക്കലിന്റെ അവിടെ ഇവിടെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുറെയൊക്കെ മനസ്സിലായി. Now I understood a little bit from Sebastian ഒരു Punakil. വ്യത്യാസം. There's a difference. Allah ഖുറൈശിയില് in Quraishi, അനേക ഗോത്ര ദൈവങ്ങളുടെ ഒരു ദൈവമായിരുന്നു. he is one of the tribal god in the many tribal gods. മുഹമ്മദ് നബി അതെല്ലാം ഏകീകരിച്ചിട്ട് Muhammad has collected all those മറ്റു ദൈവങ്ങളെല്ലാം കളഞ്ഞിട്ട് removed all those others. ഏക ദൈവം എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന് അതിന് അല്ലാഹ് എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ പേര് വിട്ട് അവരെ പഠിപ്പിച്ചു. He took one god from it and make the name അതിലേക്ക് Allah. ആട്ടെ. Whatever it is. പണ്ട് അബ്രഹാം അങ്ങനെ എഴുതില്ലേ? Like Abraham also looked the same. അബ്രഹാമിന്റെ അപ്പന് The father of Abraham, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. he used to make the idols. എവരെ കൊണ്ട് പോകും? He used to go with Abraham. ഈ പുള്ളി അവിടെ ചെന്ന് പറയും, ഈ ദൈവത്തെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രോഗശാന്തി കിട്ടും. If you believe this God, you will get the ഈ healing. ബാലിനെ സേവിച്ചാൽ നിങ്ങളുടെ കൃഷി If you അനുഗ്രഹിക്കപ്പെടും. worship the Baal, you will get your ഓരോ cultivation. ദൈവങ്ങളെയും പെയിന്റ് അടിച്ചുകൊണ്ട് വീട്ടിൽ കാശുണ്ടാക്കുക. He used to make the selling by the അബ്രഹാമിന് അറിയത്തില്ലേ ഇത് ഉണ്ടാക്കിയത് തന്റെ പുരയിടത്തിലെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി പെയിന്റ് അടിച്ചുകൊണ്ട് പോകുക. Abraham knew that he made it. പണ്ട് കണ്ണൂരിലൊരു സഹോദരന് In Kannur in old time, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരിക, കാറിൽ വരിക. he came from North India. അപ്പൊ വേറൊരു സഹോദരനുണ്ട്. Another person, വിഷുവിന്റെ കാലമാണ്. it's a Vishu time. Vishu time. അപ്പൊ ഈ കൂട്ടുകാരനെ നമ്മുടെ വിശ്വാസികൾ പറഞ്ഞു, നമുക്കൊരു ദൈവത്തെ, ഒരു വിഷുവാണ്, ഒരു ദൈവത്തെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. So it is a Vishu time. You have to buy an idol of the God.
പുള്ളി അവിടെ ചെന്ന് ഒരു വിഗ്രഹത്തെ വിൽക്കുന്ന കടയിൽ ചെന്നിട്ട് And he went to a shop വില ചോദിക്കുക. and he asked the price. ഇതിനെത്രയാണ്? What is this price? 1200. 1200. ഇതിന് 400. 400. ഇതിന് 220. This 250. 250. This 250. എന്നാ 250 നോക്കാം. Get the 251. അപ്പോൾ നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ നല്ലൊരു ദൈവത്തെ കാശ് കൊടുത്ത് ഒരു 1000 വാങ്ങിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു വിഷുവിൻ്റെ ഒരു ദിവസം ഒന്ന് ആദരിക്കണം. അതിന് ഒരുത്തരെ വേണം, അത്രയേ ഉള്ളൂ. We just need one God with the 250 rupees. എന്നിട്ട് പുള്ളി യൂരിറ്റി വണ്ടിയുടെ ഡിക്കിലിട്ടു. He put them in the dicky of the house. അപ്പോൾ നമ്മൾ വിശ്വാസിച്ചിട്ട് ദൈവത്തെ ഡിക്കിലാണ് ഇടുന്നത്. We are putting the God in the dicky. തൻ്റെ കൂടെ സീറ്റിലിരുത്ത്. You have to put in the അതോടെ chair. കടന്നോട്ടെ. Let it be there. അപ്പോൾ ഇത്രയുള്ള മനുഷ്യൻ്റെ വിശ്വാസം. Only this much faith we have. ഈ കത്തോലിക്കർ കാണത്തില്ല. Even the Catholic people. കർത്താവായ യേശു ക്രിസ്തുവിനെ ഇപ്പോൾ എല്ലാം മാറ്റിയെന്ന് തോന്നുന്നു. Now they changed. ദുഃഖവെള്ളിയാഴ്ച ക്രൂശിക്കും. In the Good Friday they crucify them. ക്രൂശിക്കുന്നതിന് മുമ്പ് പൊക്കിക്കൊണ്ട് എല്ലാവരും നടക്കും. പള്ളി ഞാനും പോയിട്ടുള്ള കേട്ടോ. Before that they crossed procession. എന്നിട്ട് വീണ്ടും ക്രൂശിച്ച് ആ വിഗ്രഹത്തെ കൊണ്ട് അൾത്താരയുടെ താഴെ കൊണ്ട് പൂട്ടി വെക്കും. After crucifixion he put them in the. ഇനി അടുത്ത വർഷം വേണം അദ്ദേഹത്തിന് അവിടുന്ന് പുറത്തു വരാൻ. Next year they have to take it out. ഇന്നലെ അവിടെ ഞാൻ വായിച്ചു, ആരോട് പറഞ്ഞിടും അയാളെ കുരിശെന്ന് ഇറക്കി വിടും, പുള്ളികൾ രക്ഷപ്പെടുന്ന ഒരു അച്ഛനോട് വിശ്വാസി പറയുന്നു. One believer told the father. അച്ഛനും വിശ്വാസികൾ അടിയുണ്ടാക്കിയപ്പോഴേ When the fathers and the believers. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛനോട് ഈ വിശ്വാസി, സമുദായത്തിൽ ഒരു വിശ്വാസി പറയുകയാണ്, The believer told the father. എടോ നിങ്ങള് പോട്ടെ, അദ്ദേഹത്തെ എന്തിനാ അവിടെ ഇട്ട് കുരിശിച്ചിരിക്കുന്നത്, അങ്ങനെ ഇറക്കി വിടെ, പുള്ളിയും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. Why you crucified the God? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവരെയൊക്കെ വിശ്വാസം. Only this much faith you have. ഇതൊരു പാരമ്പര്യമായിട്ട് ഇങ്ങനെ This is only പോകുന്നല്ല. the tradition. ഇന്ന് പലർക്കും മനസ്സിലായി Many people understood. ഇതൊക്കെ തട്ടിപ്പും അറിവില്ലായ്മയാണ്. This is ignorance. They understood. 250 രൂപയുടെ ദൈവത്തെ വാങ്ങിച്ചു ഡിക്കിയിലിടുക. They bought 250 rupees God and put them. അപ്പൊ ഇത് അബ്രഹാമിന് മനസ്സിലായി ഇത് വെറും തട്ടിപ്പ്, നമ്മുടെ വീട്ടിൽ കളിക്കുന്ന കയ്യാങ്കളിയാന്ന് മനസ്സിലായി. Abraham understood this. ഇതിനൊരു പരിധി വരുത്തണം. And we had to finish. അബ്രഹാം ആകാശത്തേക്ക് നോക്കിയപ്പോൾ Abraham looked at the. ഭയങ്കര നക്ഷത്രങ്ങൾ സൂര്യനൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെന്നൊരു വിശ്വാസമാണ്. He understood that there is a creator of the stars. പുള്ളി പ്രാർത്ഥിച്ചു, ദൈവമേ ഒറിജിനൽ ദൈവം ഉണ്ടെങ്കിൽ എന്നെ വെളിപ്പെടുത്തണമേ. He prayed to the God of his എന്തോ true തന്റെ God. മനസ്സിലൊരു പ്രകാശം ഉണ്ടായി. There is a light in his mind. ആ പ്രകാശമാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു കൊണ്ടുവരാൻ കാരണം. Because of that light God has called him. അപ്പൊ എന്ത് ചെയ്തു? What happened? അബ്രഹാം ഒരു ദിവസം One day ഈ Abraham. അപ്പനുണ്ടാക്കിയ പല ദൈവങ്ങളുണ്ടല്ലോ, ഒരുപാട് വെറൈറ്റി ദൈവങ്ങളാണ്. Many idols he made. തിങ്കളാഴ്ച പ്രാർത്ഥിക്കാൻ ഒരു ദൈവം, ക്രിസ്ത്യാനിക്കും ഉണ്ട്. For Monday one God. ഈ പൊട്ടന്മാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. തിങ്കളാഴ്ച ദൈവം, ചൊവ്വാഴ്ച ദൈവം, ബുധനാഴ്ച ദൈവം, ഇങ്ങനെ ഓരോന്നിന്റെ പേര്. Each day they have different gods. അറിയായ്മയിൽ പ്രാർത്ഥിക്കുന്നവർ കുറ്റം പറയാൻ ഒക്കത്തില്ല. We cannot blame them because they pray ignorantly. പക്ഷെ അറിവ് ഉണ്ടാക്കണ്ടേ? They have to make the wisdom. അങ്ങനെ ഈ ഉണ്ടാക്കിയ ദൈവങ്ങളുടെ എല്ലാം വിഗ്രഹങ്ങൾ വെച്ച് മാട്ടുവണ്ടിയെ കയറ്റിക്കൊണ്ട് പോകാൻ പോവാ. When they take these idols in a cart. അപ്പം ചന്തയിൽ പോയ സമയത്ത്, When they went to the shop. കാരണം യാത്രയിൽ പോവല്ലേ, സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്ന സമയത്ത് You want to buy the things. അബ്രഹാം ഇനി ഈ കളിപ്പേര് ചെയ്യണ്ട, ജനത്തെ വഞ്ചിക്കണ്ട. We don't cheat the peoples. അവൻ എന്ത് ചെയ്തു? What he done? അവൻ ബുദ്ധിയോടൊരു ഇതിനകത്ത് കുറച്ച് പായസം എന്ന് പറഞ്ഞാൽ തമിഴിലാണ് കേട്ടോ, ഞങ്ങളുടെ ഭാഷയാണ്. He made them sweet. പായസം ഉണ്ടാക്കി. He made a sweet. പായസം സ്വീറ്റ് അല്ല, പായസത്തിന് എന്താ പറയുന്നത് ഇംഗ്ലീഷില്? അതിന് പായസം തന്നെ പറഞ്ഞു. ഒരു പുതിയ വെക്കാവുലറി ഉണ്ടായിക്കോട്ടെ, പായസം എന്ന് പറയാം. Payasam. അബ്രഹാം മേക്ക് പായസം അങ്ങനെ പറയാം. Abraham made a payasam. അപ്പൊ പായസം ഉണ്ടാക്കി ഈ ദൈവങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചു. He taken this payasam in front of the gods. ഒറിജിനൽ വേർഡ് വരുന്നവരം വരെ പായസം പറഞ്ഞു. അതിന്റെ ഇമ്പരിമാത്തൂർ തനിക്ക് തന്നിരിക്കുക കേട്ടോ, സന്തോഷം കൊടുത്തിരിക്കുകയാണ്. പായസം എന്നുള്ളത് ഇംഗ്ലീഷിൽ കയറ്റിയതിന്റെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? What they done? ഈ പായസം ഉണ്ടാക്കി With this payasam. ഈ അബ്രഹാം വലിയൊരു ദൈവത്തിന് മുന്നിൽ വെച്ചു. In front of the big idol he put them in. എന്നിട്ട് ബാക്കിയെല്ലാം അതിനെ അടിച്ചു കൊടുത്തു കളഞ്ഞു. All these small idols he broke down. അപ്പം നോക്കിയപ്പം ദൈവങ്ങളെല്ലാം ഉടഞ്ഞു കിടക്കും. When father came and see all the small idols are അറിയാം broken. Father also knew. ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ദൈവമാണെന്ന് പറയാം. He knew about this. അപ്പൊ എന്ത് ചെയ്തു? And what he done? ഇതെന്തോ കാണിച്ചെന്ന് ചോദിച്ചു. What he had done? ആരായി ചെയ്തെന്ന് ചോദിച്ചു. Who has done this? എൻ്റെ അപ്പച്ച ഞാൻ ഈ ദൈവങ്ങളുള്ള സ്നേഹത്തിൽ ഇച്ചിരി പായസം ഉണ്ടാക്കി കൊടുത്തതാ. Because of the love towards the idols I വലിയ given this പുള്ളി payasam. മൊത്തം കുടിക്കാൻ വേണ്ടി ആയിരിക്കും. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാത്തിനും അടിച്ചുടച്ചിട്ടിരിക്കുന്നു, പുള്ളി മാത്രം പായസം വെച്ചോണ്ടിരിക്കുന്നു. Because the big god has actually thrown all the small gods to drink all this payasam. അപ്പം പറഞ്ഞു, ഇവിടെ ഇത് നമ്മളുണ്ടാക്കിയ കല്ലും മരമല്ല, വിഗ്രഹമല്ല, ഇതെങ്ങനെയാണ് തമ്മിൽ തല്ലുന്നത്? Father told, we only created this. അത് നീ ചെയ്ത വേലയാന്ന് പറഞ്ഞു. You only done this. അപ്പൊ അബ്രഹാം ചോദിച്ചു, Abraham asked, നമ്മൾ എന്തിനു ഇതിനെ കൊണ്ട് പോകുന്നത്? why you are bringing all this? ഈ ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. There is a created God who അതെന്റെ created the ഹൃദയത്തിൽ heaven. പ്രകാശിച്ചു, അതുകൊണ്ട് ഇനി ഇത് വേണ്ട. He enlightened my heart. ഈ മകന്റെ സുവിശേഷം കേട്ടാണ് Because of this gospel, അബ്രഹാമിന്റെ കൂടെ with Abraham, തേരഹും ഇറങ്ങി പുറപ്പെട്ടത്. Terah also came with him. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഞാൻ ഈ വിശ്വാസി വന്നപ്പോഴേ, When I came to the faith, വീട്ടിലൊരു പ്രാർത്ഥന നടത്തി ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞപ്പോഴേ, I was sharing in the prayer. എൻ്റെ അമ്മയും സഹോദരിയും വിശ്വാസി വന്നു. My mother and sister came കുറച്ച് to the കഴിഞ്ഞപ്പോൾ faith. അച്ചാനും വന്നു.
and my father also. അങ്ങനെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദർശനമുള്ളവരായി നിങ്ങളുടെ മാതാപിതാക്കന്മാർ നേർവഴി നടത്തുന്നവരായി. You should have the vision childrens. അപ്പൊ അങ്ങനെ പല ഗോത്ര ദൈവങ്ങളെ ആരാധിച്ചതിൽ നിന്ന് ഒരു ഗോത്രത്തിലേക്ക് കൊണ്ടുവന്ന അത് നല്ല കാര്യമാണ് ഞാൻ പറയുന്നത്. They worshipped many tribal gods. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോട്ടെ. Next step they have to come. ആകാശത്ത്, അതുകൊണ്ടാണ് ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത്, This is the auto rickshaw man ഒരു told. കുറേഷ്യ ദൈവമല്ല എൻ്റെ ദൈവം, It is not a Qurayshi എൻ്റെ God. ദൈവം പടച്ചോൻ. He is the creator. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ മമ്മൂട്ടിയും പടച്ചോന്നാ പറയുന്നു പറഞ്ഞു. And in our country, Mammootty is also called creator. മമ്മൂട്ടി സിനിമാടൻ, He is a cinema. പടച്ചോന്നാ പറയത്തുള്ളൂ. He used to call creator also. ഒരിക്കൽ പുള്ളി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന When he സമയത്ത് was traveling, ഇവിടെ ശിവരാമൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുമായിട്ട് യാത്ര there was a friend, Shivaraman. പുള്ളിക്ക് ഷൂട്ടിങ്ങിന് പോകണം. They going to shooting. മുന്നിൽ ഒരു തമിഴ്നാട്ട് ഒരു ലോറി ഇങ്ങനെ അടഞ്ഞടിച്ച് പോവുക. There's a small lorry going. പുള്ളിക്കാണ് ഹൈ സ്പീഡിൽ പോവുകയും ചെയ്യണം. He want to go fast. വണ്ടി എന്ത് ചെയ്താൽ സൈഡ് കൊടുക്കത്തില്ല. He's not giving the side, the way. ചില ഡ്രൈവർമാർക്ക് അങ്ങനെ കുഴപ്പമാണ്. Some drivers are like this. അന്വേഷണം അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവൻ സൈഡ് കൊടുക്കത്തില്ല. He's not giving the way. മടുത്തിട്ട് ശിവരാമൻ ഹിന്ദുവാ, Shivaraman is a Hindu. ഈ മമ്മൂട്ടി പറഞ്ഞു എൻ്റെ പടച്ചോനെ അവൻ്റെ ഒരു ടയർ പൊട്ടിച്ച് ഇവിടെ ഒതുക്കാൻ പറഞ്ഞു. Mammootty said, "Oh creator, you just പറഞ്ഞു തീരുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഒരു ടയർ പൊട്ടി ഉള്ളി സൈഡിലേക്ക് ഒതുക്കി കൊടുത്തു. before ending one tire got." അപ്പോൾ ശിവരാമൻ ചോദിച്ചു, മമ്മൂട്ടി ഇത് ഇങ്ങനെയാണോ ദൈവത്തോട് പറയുന്നത് ചോദിച്ചു. Shivaraman asked, "How you are saying to God? പിന്നെ ആരോട് പറയാനാ, വേറെ ആരോടും പറഞ്ഞ് നടക്കുമോ? With whom we can say?" അപ്പോൾ ശരിയായിരിക്കും, അത് അന്യായങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന സമയത്തോടെ ന്യായവിധി വന്നു. God has given the punishment because അപ്പോൾ of അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് പടച്ചോൻ എന്നുള്ളതാണ് യഥാർത്ഥ മുസ്ലിം വിശ്വാസികൾ വിശ്വസിക്കുന്നത്. the creator is a true God believed by Muslims. ആ പടച്ചോൻ നിങ്ങൾക്കും പറയാം, പെന്തിക്കോസുകാർക്കും പടച്ചോൻ എന്ന് പറയാം. We can also say creator God. പടച്ചവൻ, He is a creator. സൃഷ്ടിച്ചവൻ, He is the creator. സൃഷ്ടികർത്താവ്. He is a God. അവിടെ പെന്തിക്കോസുകാരും പടച്ചോൻ എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, പടച്ചോനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. The Pentecostal people also can praise ഇല്ലയോ? Him. പണ്ട് തമിഴ്നാട്ടിൽ ചെന്ന് In Tamil Nadu, ഒരു പാട്ട് പാടി. one song we have നമ്മുടെ sang. മലയാളി സഹോദരന്മാർ ഇവിടെ നിന്ന് വന്നപ്പോൾ അവർ പാടുന്നില്ല. Malayali peoples are not singing. എന്താ യേശുവേ കരുണാകര എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് നമ്മുടെ പാട്ടിൽ. There's a song like this. ഇവർ പറയടാ ഇതെന്തുവാടാ ഈ കരുണാകരനെ പെട്ടി ഇവിടെ ഇടുന്നത്, അവർ പാടുന്നില്ല. Why they are not singing? അപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം നോക്കിയാൽ കറക്റ്റ് ആണല്ലോ. The meaning of this- കരുണാകരൻ, കരുണയുള്ളവൻ. Karunakaran means he അത് goes out of mercy. എന്തൊക്കെയാ ഇടപെടാന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ്. And they are not accepting it. ഇതാണ് നമ്മുടെ കൾച്ചർ. This is our ഒരു culture. ഭാഷയിൽ In the religion, in the language, 12 പര്യായങ്ങൾ എടുത്താൽ there is 12 steps we say. മൂന്നാമത്തത് കഴിഞ്ഞാൽ After third, നാലാമത്തെ പര്യായം മുതലുള്ളത് the fourth one onwards. ഹിന്ദിയിലും ഉണ്ട് തമിഴിലും ഉണ്ട്. It is in Hindi as in the അപ്പൊ Tamil. ലോക്കൽ പീപ്പിൾക്ക് അത് അറിയാത്തതുകൊണ്ടാണ് ഈ ഭാഷയെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. The local people don't know, so they're creating എന്നാൽ problems in their കൂടുതൽ religion. പര്യായങ്ങൾ അറിയാവുന്നവര് When they know these kind of ഉദാഹരണം പറഞ്ഞാൽ languages, പൂവ്, 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 flower, മലർ, പുഷ്പം, പിന്നെ ഇങ്ങനെയുണ്ടല്ലോ there are a lot of words for ഭൂമി, flowers. ഭൂമി, ധര, ധരിത്രി, ഷോണി, പൃഥ്വി അല്ലെ, പൃഥ്വിരാജ് എന്ന് കേട്ടില്ലേ, എന്ന് വെച്ചാൽ ഭൂമിയുടെ അധിപൻ. There's a lot of words for earth അതൊക്കെ also. ഹിന്ദുക്കളുടെ പേര് നമ്മൾ It's the name of the Hindu peoples. അപ്പോൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ലാംഗ്വേജിലും എല്ലായിടത്തും ഉണ്ട്. After 3 steps we have seen in many languages. കേരളത്തിൽ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ സമ്മതിക്കുമോ? In Kerala, Parameshwaran we cannot accept. എന്നാൽ ഹിന്ദിയിൽ ചെന്നാൽ But in Hindi, പരമേശ്വർ Parameshwar means, ധന്യവാദ് എന്നും പറഞ്ഞു പറയത്തില്ല. they used to call the God as a അപ്പൊ Parameshwar. ഈ പേരല്ല വിഷയം, It's അതിന്റെ not about the എയിമാണ് name. വിഷയം, The aim is അതിന്റെ ഉപദേശങ്ങളാണ് വിഷയം. the doctrines is important. അതാണ് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. Jesus said, I am the true way and അപ്പൊ life. ആ യഥാർത്ഥ വഴി കാണിച്ചത് യേശു ക്രിസ്തുവാണ്. God shows the real way. മറ്റവരൊക്കെയും വഴിയുടെ ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. Other people just show the way. ഇപ്പൊ വിവേകാനന്ദനായാലും ശരി, Even the Vivekananda- രാമകൃഷ്ണ പരമഹംസരും Ramakrishna Paramahamsa, ഇവരെല്ലാം ആ കാലങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. those days they shown some of the അതിനുമ്പായാലും things. ശരി സോക്രട്ടീസ്, Some Socrates, ബുദ്ധൻ, the Buddha. അവരുടേതായ കാഴ്ചപ്പാടിൽ ദൈവത്തെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. Everybody has introduced God in എന്നാൽ their way. തേജസ്സിന്റെ പ്രഭയും But with the glory, തത്വത്തിന്റെ മുദ്രയും with the ദി glory, ഇമേജ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ പ്രതിമയുമായ the image of the God, വചനം ജഡമായി തീർന്നു. the flesh, the word ആ becomes flesh. വചനമാണ് പ്രാധാന്യം. That word is becoming. ആദിയിൽ വചനമുണ്ടായിരുന്നു, In the beginning there was a വചനം word, ദൈവത്തോടെയായിരുന്നു, the word with the ദൈവം God, വചനമായിരുന്നു. and the God was അപ്പൊ word. ഈ വചനമാണ് ജഡമായി തീർന്നത്. This word became flesh. നോക്കണം, അവൻ ജഡത്തിൽ അവതരിച്ചു. He came into the flesh. ഇൻകാർണേഷൻ He is an incarnation. ആണോ? അല്ല, മാനിഫെസ്റ്റ് ആണ് വിഷയം. He is manifested. അവൻ വെളിപ്പെട്ടു. He അതിനെ manifested in the നിഷേധിക്കാൻ flesh. ആർക്കും കഴിയില്ല. We cannot ignore this.
അതുകൊണ്ടാണ് അവസാനത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. Every knee should bow. അവിടെ യേശു ക്രിസ്തു എന്ന പേരിൽ മാത്രമേ അവസാനം അറിയപ്പെടുത്തൂ. Only the Jesus Christ, the name will be. അവനാണ് ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്തത്. He is the manifestation of the God. ബാക്കിയൊക്കെ അവതാരങ്ങളായിരിക്കാം. All these people are incarnation. അവരും ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് പലതും They പഠിപ്പിച്ചിരിക്കും. can be ambassadors of God. തെറ്റെന്ന് പറയാനൊക്കത്തില്ല. We cannot blame them. പക്ഷേ But യഥാർത്ഥത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയതും the God who മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂസിലേറി ജീവൻ കൊടുത്ത് the God who has given his life and പരിഹാരം വരുത്തിയത് ലോകത്തിൽ മറ്റാരുമില്ല. so only one savior in the world. അതുകൊണ്ടാണ് മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ നാമവുമില്ല എന്ന് പറയുന്നത്. There is no salvation with others. There is only one name. ക്രിസ്തേതരരായ മനുഷ്യരെ വികാരം അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കാനായിട്ടല്ല, It is not to blame other people. അവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ടല്ല, It's not to provoke them അവരെ അതറിയാത്തതുകൊണ്ടാണ്. because they don't know this. ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നവർ അവരുടെ ദൈവം മാത്രമല്ല, യേശു ക്രിസ്തു ലോകരക്ഷകൻ. Jesus Christ is a world savior. ഏത് മനുഷ്യർക്കും രക്ഷ പ്രാപിപ്പാം. They can get the salvation. യേശു വന്ന് ജനിച്ച മതം യഹൂദ മതമാണ്. He came and born in a യേശു ആ മതത്തെ പൊളിച്ചു. He destroyed this religion. അതിനെ പൊളിച്ചിട്ടാണ് പണിതത്. He destroyed അതുകൊണ്ടാണ് Judaism. യേശുവിനെ അവർ ക്രൂശിച്ചത്. That's why they crucified him. അപ്പോൾ താൻ മതത്തിൽ വിശ്വസിക്കുന്നവനല്ല. He didn't believe in the അതുകൊണ്ടാണ് religion. പൗലോസ് പറയുന്നത്, നിങ്ങൾ പറയുന്ന മതമല്ല, ഞങ്ങളത് മാർഗമാണ്. Our way is not a religion, it's a ആ way. മാർഗമാണ് യേശു വെളിപ്പെടുത്തിയത്. God showed that way. അതാണ് 107 സങ്കീർത്തനക്കാരൻ പറയുന്നത്. That's what വൈശേ 107 it says. അവൻ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. He will lead us in the right way. ആ റൈറ്റ് വേ സത്യത്തിലേക്ക് നടത്തി. He led us to the വൈശേ truth. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴി ചൊവ്വയുള്ള വഴി നടത്തി. The right way. ഏതാ ചൊവ്വയുള്ള വഴി? What is the right way? യോഹന്നാന്റെ സുവിശേഷം In the John 14:6 വാക്യം വായിക്കുമ്പോൾ, 14:6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ. I am the truth, Why is it? life. ഞാൻ തന്നെ യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. I am the way, truth and life. നോക്കണം. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ നടത്തും? They take into the habitation. 108 സങ്കീർത്തനം 10 വാക്യത്തിൽ വായിക്കുമ്പോൾ, 108:10 Psalms. ഉറപ്പുള്ള നഗരം, അല്ല ഇടിഞ്ഞു പോകുന്ന നഗരമല്ല, ഉറപ്പുള്ള നഗരം. It's a strong city. സ്ട്രോങ് സിറ്റി. വായിച്ചേ, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ ഏതാണ് ഉറപ്പുള്ള നഗരം? What is the strong city? ഈ ഭൂമിയിലുള്ളതല്ല. It is not in the world. ഭൂമി അതിന്റെ എല്ലാം ഒഴിഞ്ഞു പോകും. All the world will go. ഇതെല്ലാം കത്തിയെരിയാൻ പോകാതെ ശാസ്ത്രന്മാർ പോലും വിധിച്ചു കഴിഞ്ഞു. All this world is going to burn away. ഈ ഭൂമിയുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു. The age of this earth is ഒരു going to finish. സുപ്രഭാതത്തിലും ചാമ്പലായി പോകും. One day everything will be in ഈ ashes. പ്രാവശ്യം നമുക്കറിയാം, അസാധാരണമായ ചൂട് വന്നപ്പോഴേ മനുഷ്യൻ സഹിക്കാൻ വയ്യ. The lot of heat this time came. നോർത്ത് ഇന്ത്യയിൽ 52 ഡിഗ്രി വരെ വന്നതാണ്. North India 52 degree. കേരളത്തിൽ 50 അടുത്ത് വന്നു. In Kerala also 50 degree. നോക്കണം, മനുഷ്യന് താങ്ങാൻ ഒക്കുന്നില്ല. When man couldn't bear. നമ്മുടെ ഇടുക്കിയിൽ ഏലമെല്ലാം കരിഞ്ഞു പോയി. In Idiki the cardamom became. സർക്കാർ അവർക്ക് വേണ്ടിയെല്ലാം ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. And the government has to give some penalty. കൃഷിക്കാരെ ഉയർത്തണം. They have to make the cultivation. അവർക്ക് വേണ്ട നന്മകൾ ചെയ്യണം. They have to give. എങ്കിലേ രാജ്യം നിലനിൽക്കത്തുള്ളൂ. Then we can make the nation high. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ ചൂട് പോലും നമുക്ക് സഹിക്കാൻ വയ്യ. We cannot bear that much പക്ഷെ heat. ഇനി വരുന്നുണ്ട്. We are going to hit the animal. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. And the heaven is going to come down. 3-ാം അധ്യായത്തിന്റെ 9-10 വായിക്കുമ്പോൾ, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയിലെ മൂലപദാർത്ഥം കത്തിയിടുകയും ഭൂമി അതിന്റെ പടികളും ബന്ധു പോകും. വായിക്കാം. 2 താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. Heaven shall pass away with a great അടുത്തത്, noise. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും. അവന്മാരെല്ലാം ഷോക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. റഷ്യ, അമേരിക്ക, ഇറാനും എല്ലാം ആവശ്യത്തിലധികം വെച്ചിട്ടുണ്ട്. All these peoples have a lot. എല്ലാം കൂടെ ഇവിടെ കിടന്ന് കത്തും. Everything will burn. സകലതും കത്തി തീരാൻ പോവാ. Everything is going to finish. വായിക്കാം. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. അപ്പോൾ നിലനിൽക്കുന്ന ഒരു നഗരം ഇവിടെയല്ല. It is not this country here. ഉറപ്പുള്ള നഗരം, There's a strong city. ചൊവ്വയുള്ള വഴിയെ നടത്തി The right way. പാർപ്പാൻ തക്ക പട്ടണത്തിലേക്ക്. He taken to the habitation. ഈ ദർശനം ക്രിസ്തുവിന് മുൻപ് പലരും പ്രാപിച്ചിട്ടുണ്ട്. Many people have this vision. ഇന്ത്യയിലെ മഹർഷിമാര് പലരും Even പ്രാപിച്ചിട്ടുണ്ട്. the Maharshis of the India have this. ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ, I read in one book. യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ In the birth of Jesus. ഏഷ്യയിൽ നിന്ന്, അന്ന് ഏഷ്യ എന്ന് പറയുന്നതെല്ലാം ഒന്നിച്ചു കിടക്കുകയാണ്. That time the Asia, whole Asia was together. യേശു ക്രിസ്തുവിന്റെ കാലത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും അന്ന് വേറെ അഫ്ഗാനിസ്ഥാനും ഒന്നും വിചാരിച്ചിട്ടില്ല. In the time of there is no difference between these ഇതെല്ലാം countries. ഇറാനും ഇതിനോട് ചേർന്ന് നടക്കുന്ന It's രാജ്യമായിരുന്നു. all with the Iran that time. അപ്പോൾ ഇതിങ്ങനെ യാത്ര ചെയ്ത് ഇസ്രായേലുമായിട്ട് അങ്ങനെ ബന്ധപ്പെടും. The peoples travel to. അപ്പൊ അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ When the time of birth of the Jesus. നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് They seen the stars. ഈ രാജാവിനെ അസ്ട്രോണമി ഇത് പഠിച്ചവരായിരുന്നു. The people studied astronomy. അത് പഠിച്ചിട്ടുണ്ട്.
ആ നക്ഷത്രം യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. They understood this star belongs to Jesus. അങ്ങനെ പോയ വിജ്ഞാനികളിൽ These scientists, വിശ്വാമിത്ര മഹർഷി ഉണ്ടായിരുന്നതാണ് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത്. I have read that Vishwamitra Maharishi was there with that group. അദ്ദേഹം പ്രൂഫ് ചെയ്തിരിക്കുക അതെനിക്ക് തൃക്കണ്ണുണ്ടായിരുന്ന പറഞ്ഞു. Because he has മൂന്നാം third കണ്ണ്, eye. വിശ്വാമിത്രന്റെ മൂന്നാം കണ്ണുണ്ടെന്നാണ്. Vishwamitra has third eye. അതിങ്ങനെ ആക്ഷികമായ ഒരു കണ്ണ് നെറ്റിയിലുണ്ടെന്നല്ല, It is not a literal eye, അകത്തെ കണ്ണ്. it's an internal eye. ജ്ഞാനിക്ക് തന്റെ തലയിൽ കണ്ണുണ്ടെന്നൊരു വാക്യം Wisdom has an സഭാപ്രസംഗം eye in പറയുമ്പോൾ the head. ജ്ഞാനിക്ക് തന്റെ തലയിൽ കണ്ണുണ്ട്. The wise person has ആ an eye. ജ്ഞാനം പ്രാപിച്ചവർക്ക് മതമില്ല. That knowledge, they will the religion. അവർ വിഗ്രഹത്തെ സേവിക്കത്തില്ല. They will not go behind ആ idol. ദൈവത്തിന്റെ സത്യങ്ങളെ ഗ്രഹിക്കാനുള്ള ജ്ഞാനം They will understand the truth of the God. ആ ജ്ഞാനമാണ് That wisdom ഈ ലോകത്തെയും എല്ലാം സൃഷ്ടിച്ചത്. that created this whole world. ആ ദൈവത്തെയാണ് യഥാർത്ഥ ജ്ഞാനികൾ കണ്ടുപിടിക്കുന്നത്. The wise people അതാണ് will find that God. ജ്ഞാനികൾ ഈ നക്ഷത്രത്തെ കണ്ട് The wise people see the star. ബെത്ലഹേമിൽ വന്ന് യേശുവിനെ ആരാധിച്ചു. They came to the Jesus to worship. അപ്പൊ ഈ ജ്ഞാനം വരുന്ന മനുഷ്യനെല്ലാം യേശുവിനെ ആരാധിക്കും. The സത്യമാണ്. peoples will worship. ലോകജ്ഞാനം ദൈവത്തിന്റെ ശത്രുത്വം. The wisdom of the world. ഈ is enmity to ലോകജ്ഞാനമാണ് പല മതങ്ങളിലും. God. This wisdom is in this. ഈ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി സഹായമെത്രാൻ Sahayamitra of the Changanasheri, തറയിൽ പേര് തോമസ് തറയിൽ, Thomas Tarail. എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് കേട്ടോ. I like him ഞങ്ങളുടെ very much. കുട്ടനാട്ടുകാരനാണ്. He is കുട്ടനാട്ടുകാരനാണ്. from Kuttanad. പുള്ളി പറയുന്നത് ഈ കത്തോലിക്കന്മാരും സുവിശേഷം പറയത്തില്ല, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. The Catholic people will not share gospel. യവന്മാർ ഈ മതം കൊണ്ട് നടക്കുക, അതുകൊണ്ട് മേൽഗതി ഇല്ലാതെ പുള്ളി തുറന്ന് കടിക്കുക. He just speak openly. നമ്മളിവിടെ അടിക്കുന്ന പോലെ പുള്ളി അവിടെ അടിക്കുക. Like we speak here, he spoke there. പുള്ളി ആരും മുടക്കുന്നില്ല. പുള്ളി ഇച്ചിരി സൂക്ഷിച്ചാ പറയുന്നത്. He is very carefully saying ഉദാസികളെ തള്ളാതെ, to people show ഉദാസികളെ തള്ളാതെ സാക്രിമെന്റ്സ്, sacrifices, സാക്രിഫൈസ് അല്ല സാക്രിമെന്റ്സ്, sacraments. അതിനെ തള്ളാതെ He is not avoiding the sacraments. ബുദ്ധിയോടെ പുള്ളി പറയുന്നുണ്ട്. Very carefully he is saying. അപ്പോൾ ഞാൻ നിങ്ങളുടെ വാട്സപ്പിൽ ഇട്ട് തരാം. കഴിഞ്ഞ ദിവസം ഇവിടെ ആൾക്കാരുടെ അയച്ചു കൊടുത്തു പുള്ളിയുടെ ഒരു പ്രസംഗം. I have shared some his ഇടയ്ക്ക് message. നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. He spoke very good things. പുള്ളി പെന്തിക്കോസുകാർ സുവിശേഷം പറയുന്ന ഒരു ലക്ഷ്യമില്ല. The Pentecostal people share gospel. കത്തോലിക്കന്മാര് അവന്മാര് The Catholic people. ഭൂലോകം എല്ലാം പോയി സുവിശേഷം അറിയിക്കാൻ യേശു പറഞ്ഞിരിക്കുന്നത്. The God asked them to go to the whole end of അവന്റെ the world. പറമ്പിന്റെ അതിർത്തിയിലുള്ളവർ പോലും ഇവൻ സുവിശേഷം They പറയത്തില്ല. are not sharing the gospel to the neighbors. എന്നാൽ അങ്ങനെയല്ല, കുറേയൊക്കെ വ്യത്യാസമായി. കരിസ്മാറ്റിക് ഒന്നുകൂടി അനേക കത്തോലിക്കര് ഇറങ്ങി സുവിശേഷം പറഞ്ഞ് ഞങ്ങൾ Many Catholic people sharing gospel after the charismatic camp. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതുകൊണ്ട് നിങ്ങൾ പെന്തിക്കോസുകാരും Like Pentecostal people, ഇങ്ങനെ കാശുണ്ടാക്കാൻ മാത്രം നടക്കരുത്. not to earn money. സുവിശേഷ വേലക്കാരെ കുർബാന തൊഴിലാളികൾ പോലെ വെച്ചിരിക്കുകയാണ്. Only the ministers അപ്പച്ചാ of the God. പ്രാർത്ഥിക്കണം. You pray. നിങ്ങളുടെ പിള്ളേർ പഠിക്കണം, Our children, ക്ലാസ് കിട്ടണം. we need money. എല്ലാ ക്ലാസ്സിന് വേണ്ടി ഓടില്ല. അതുകൊണ്ടേ ദിയടാ മുത്തുവിൻ്റെ പിള്ളേർ ഇവിടെ ഫ്രണ്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് എന്തി അവിടെ പോയി. സൂക്ഷിച്ചോ. അവന് പിന്നെ അതൊന്നും വിഷയമല്ല. They don't have this. അവൻ വിശ്വാസത്താ ജീവിക്കുന്നത്. live by faith. അതും കൊള്ളാം. അവനൊന്നിനെ കുറിച്ചും പ്രതീക്ഷയില്ല. മുത്തുവിനെ അത് നല്ലതാണ്. That's good. ഒരുപാട് പ്രതീക്ഷിച്ചാലേ ദുഃഖിക്കേണ്ടി വരത്തുള്ളൂ. If they expect a lot, വലിയ പ്രതീക്ഷയുടെ മക്കളെ വളർത്തുന്നവരെല്ലാം ദുഃഖിക്കും. the people grow with a big expectation. They will be. പോകുന്ന പോലെ വളർന്നോട്ടതാണ്. Let them go in their way. കാട്ടിലെ തടിക്ക് ആരാ വളവിട്ട് കൊടുക്കുന്ന ചോദിക്കുന്നത്, പിന്നെന്ത് പറയാനല്ലേ? കാട്ടിലെ തടി നല്ല ഇഷ്ടം പോലെ വളരുന്നില്ലേ? A tree in the forest. ആരെങ്കിലും വളവിടുന്നുണ്ടോ? Nobody giving the fertilizer. അതാണ് മുത്തുവിന്റെ പോളിസി. This is the policy of. അതുകൊണ്ട് ദൈവം വളർത്തിക്കൊള്ളുന്ന നന്നായി വരട്ടെ. Let God grow them. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും I am the way, truth and life. ആ വഴിയിൽ കൂടെ പോകുമ്പോൾ We have to go in that way. നമുക്ക് ശരിയായ ലക്ഷ്യത്തിലേക്ക് We എത്താം. can go to the right way. അതാണ് ഉറപ്പുള്ള ഗോപുരം, That is a strong tower. നഗരം. That is a strong city. യെശയ്യാവിൽ എസെക്കിയാൽ പറയുന്നത് In Isaiah, ഈ says, ലോകത്തിൽ നഗരത്തിൽ വസിക്കുന്ന നഗരം വിട്ട് ഓടുമെന്നാണ് പറയുന്നത്. the people who are sitting in this city will run away. അതുകൊണ്ടല്ലോ കേരളത്തിലെ രണ്ട് നഗരം, There are two cities in Kerala, തിരുവനന്തപുരവും എറണാകുളവും. Trivandrum and Ernakulam. ഒരു മഴ 1 മണിക്കൂർ പെയ്തപ്പോൾ അവിടെ എല്ലാം വെള്ളം കയറി. With 1 hour rain, there is a flood. കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിൽ In the last time, flood, എറണാകുളംകാരുടെ കക്കൂസ് ടാങ്ക് പോലും ഒഴുകി അവിടുത്തെ ജഡ്ജി പോലും അത് കുടിച്ചെന്നാണ് പറയുന്നത്. ആ വെള്ളം the toilet water came out. Even the judge drank that. അത് വെച്ച് നോക്കിയപ്പോൾ ഇടുക്കിക്കാർ എത്രയോ ഭാഗ്യവാന്മാർ. Idiki people are blessed people. നഗരത്തിൽ വസിക്കുന്നവര് The people who live in നാളെ the tower, നഗരം വിട്ട് ഓടും. they have to run from the കാരണം city. ആദ്യത്തെ ബോംബെല്ലാം വീഴുന്ന അവിടെ ആയിരിക്കും. Because the bombings will be there in the city. എല്ലാ അന്യായങ്ങളും നടക്കുന്ന അവിടെയാണ്. All the injustice happens there. ഇടുക്കിയിലേക്ക് അവസാനത്തിൽ വരത്തുള്ളൂ. Only Idiki last. അപ്പൊ ഇടുക്കി വരുന്നതിന് മുമ്പേ അവനെയൊക്കെ ദൈവം തട്ടിക്കളയും ചെയ്യും. Before the Idiki they'll kill. ഇടുക്കിക്കാർ മര്യാദയ്ക്ക് ജീവിച്ചോണം. The Idiki people says to live. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചോണം. You have to fear the Lord. അല്ല ഇടുക്കി വിട്ട് പൊക്കോണം. Otherwise you have to go away from the Idiki. ഇവിടെ അനാവശ്യമുള്ളവന്മാർ ഇവിടെ വേണ്ട, എല്ലാം പൊക്കോ. Unnecessary people not want here. എവിടാ
നഗരത്തിലേക്ക് പൊക്കോ. You go to the പക്ഷേ city. നഗരത്തിലുള്ളവന്മാരെല്ലാം നഗരം വിട്ടോടുന്ന സമയം വരാൻ പോകും. There's a time the people from the city will run away. നഗരം അതിവിടെയല്ല. The strong city is യേശു not പറഞ്ഞു here. എന്റെ രാജ്യം ഐഹികമല്ല. My kingdom is not പിന്നെ literal. എവിടെയാണ് ആ നഗരം? Where is that city? ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ Hebrew 11 we read. അന്ന് അബ്രഹാം തന്നെ ആ ദർശനം കണ്ടിരുന്നു. Abraham seen this. അതുകൊണ്ടാണ് അബ്രഹാമിന് ഇതൊന്നും വിഷയമല്ലാതെ This Abraham didn't like. അബ്രഹാം ലോകത്തിൽ പറഞ്ഞു നീ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് പൊക്കോ. Lord, you can go this കാരണം way. എങ്ങോട്ട് പോയാലും Wherever you go, ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന് അബ്രഹാമിന് there വെളിപ്പാടുണ്ടായിരുന്നു. is no eternal habitation here. എന്നാൽ ലോത്ത് എന്ത് ചെയ്തു? But what Lot has done, കാഴ്ചയ്ക്ക് സമൃദ്ധി ഉണ്ടപ്പോൾ whatever prosperity in his eyes, അവിടേക്ക് ഓടുകയാണ്. he went there. ഇന്ന് നമ്മുടെ പിള്ളേരെല്ലാം ഓടുകയല്ലേ സമൃദ്ധി. Our children ഓ ഇവിടെ running. കിടന്നിട്ട് എന്ത് കൊടുക്കാൻ? What do you have to do here? എല്ലാം അയർലൻഡിലും ഓസ്ട്രേലിയക്ക് പോയാൽ, Ireland, Australia, if you go, ജർമ്മനിക്ക് പോയാൽ, you go to Germany, ഹംഗറിക്ക് പോയാൽ, Hungary, അല്ലെങ്കിൽ വേറെ രാജ്യത്തിന് in പോയാൽ any country if you ആ go, 4 ലക്ഷം 3 ലക്ഷം 4 lakhs, 3 എന്ത് lakhs, കൊടുക്കാനാ ഇത്? what to do with this money? 2.5 ലക്ഷം അവിടെ ടാക്സ് കൊടുക്കാം. The 2.5 lakhs you have to give tax, പിന്നെ ഇവിടെ തന്തങ്ങളെ കുറിച്ച് അയച്ചു കൊടുക്കാം. and we can send something for the അവര് parents. പുട്ടടിക്കും, നാളെ കള്ളു അടിക്കും. ഇന്ന് പുട്ടടിക്കും, നാളെ കള്ളു അടിക്കും. Today food, then liquor. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ദാ കിടക്കുന്നു. Then we will see everything is collapsed. പലർത്തും ഇന്ന് കൊലാപ്സായി കിടക്കുകയാണ്. Everything is collapsed. പിന്നെ അവിടെ ചെന്ന് Then they went there. അങ്ങനെ പോവുക പറയണം. They go that way. അപ്പം നിലനിൽക്കുന്നൊന്നുമില്ല. There is no. അതുകൊണ്ടാണ് ദൈവത്തോട് ചോദിച്ചു ചെയ്യുക. You have to ask God. 19-ാമത്തെ വയസ്സ് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്നെ ഉറപ്പുള്ള നഗരത്തിൽ കൊണ്ടുവച്ചു. I asked God in my 19th age. എന്നോട് ആരും പറഞ്ഞിട്ടില്ല It's not- കർത്താവേ നീ വഴി കാണിക്കണേ, Oh, you have to show my way. നീ ജ്ഞാനിയായ ദൈവം, You are a wise God. എന്റെ ഭാവി കാണിച്ചെന്ന് പ്രാർത്ഥിച്ചു, ദൈവം കാണിച്ചു തന്നു, ഞാൻ സംതൃപ്തനാണ്. Show me my future. God has shown me I am good. അപ്പൊ ആ ഉറപ്പുള്ള നഗരത്തെ കുറിച്ച് അബ്രഹാമിന് പോലും ആ കാലത്ത് ദർശനം ഉണ്ടായിരുന്നു. Even Abraham had a vision of a strong city. 11-9-10 വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് പോലെ ജീവിക്കണം. He lived as a stranger. പെന്തിക്കോസിലെ പാസ്റ്റർമാരെ, മദറന്മാരെ, വിശ്വാസികളെ നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഭരിക്കാൻ പോകരുത്. You should not rule here. അവിടെ നിങ്ങളും നിങ്ങളുടെ ആത്മാക്കളും ചേർന്ന് വിശ്വാസത്താൽ പരദേശികളെ പോലെ ജീവിച്ചോ. Like the faith, you have to be sojourners. അവിടെ വലിയ ബിൽഡിങ്ങും കെട്ടി കുട്ടിരാജാക്കന്മാരെ പോലെ വാഴാൻ പോകരുത്. You should not make a big rule. മെത്രാന്മാരെ പോലെ വാഴരുത്. Like Metro people, you have to not rule. ഇതെല്ലാം വിട്ട് ഓടുന്ന സമയം വരാൻ You are പോവുകയാണ്. going to run away from here. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം നമുക്കുണ്ടാകണം. We need to have the faith of Abraham. വായിച്ചേ, വാഗ്ദത്തത്തിന് കൂട്ടവാസികളായ അബ്രഹാം എന്ത് ചെയ്യുന്നു? തനിക്ക് എഴുതി കൊടുത്ത സ്ഥലം, ദൈവം നേരിട്ട് കൊടുത്ത സ്ഥലമായിട്ട് പോലും Even though God has given him, അത് സ്ഥിരമല്ലെന്ന് അവൻ അറിയാം. he know it is not eternal. അതുകൊണ്ട് That's why താൻ എന്ത് ചെയ്തു? what he has done തന്റെ പിൻഗാമികൾ for his descendants വാഗ്ദത്തത്തിന് പങ്കാളികളായി തീർന്ന to become the partakers of the promise. ആരൊക്കെയാ? Who are they? വായിച്ചേ, ഇസഹാക്കിനോട് ഇസ്ഹാക്കാര മകൻ, Isaac, യാക്കോബിനോട് യാക്കോബ് കൊച്ചുമകൻ. ഇങ്ങനെയാണ് വളർത്തുന്നത്. നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും വിശ്വാസത്തിലാണ് വളർത്തുന്നത്. you have to grow your, അതോ കാശുണ്ടാക്കുന്ന കറവ പശുക്കളാക്കി മാറ്റുകയാണോ? not to make money. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെങ്കിലും Dear വെളിപ്പാടുണ്ടാകും. children, you have to have the vision. നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളെ കറവ പശുക്കളാക്കാൻ വേണ്ടിയാണ്. They are giving you study to make you money. മുത്തുവിന്റെ പിള്ളേർ ചോദിക്കുന്നത് എന്തിനാച്ചാ പഠിക്കുന്നത്? ഇപ്പോഴേ കാശ് 750 രൂപ കൈ കിട്ടുന്നതാണ്. I am getting money now also. പിന്നെ ചുമ്മാ 2 വർഷം കൂടെ പോയി അവിടെ പഠിച്ചിട്ട് പോകുന്നതിനൊക്കെ നല്ല ഇപ്പോഴേ തുടങ്ങാമെങ്കിൽ ഇത് കൂടുതൽ എക്സ്പീരിയൻസും ആകും, കാശും കിട്ടും. We can get more experience and മുത്തുവിന്റെ money. പിള്ളേർക്ക് അത്രയും വെളിപ്പാടുണ്ട്. They have the vision. ഇവിടെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുക. The people are giving lakhs to study. മനസ്സിലാവുന്നു? ഒരു 50,000 ഡൊണേഷൻ, അല്ല 50 അല്ല 5 ലക്ഷം, 5 lakhs donation, അതും പലിശയ്ക്ക് വാങ്ങിച്ച് ഡൊണേഷൻ കൊടുത്ത് പഠിപ്പിക്കുക. giving with interest. MBBS ഡോക്ടർ MBBS doctor. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്ത് കത്തി അകത്തിടുക. And they put the knife inside. പിന്നെന്ത് ചെയ്യാ? And what they do? കാത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം അല്ലേ എന്തുവായിരുന്നു? എങ്ങനെയാണത്? കൈയുടെ വിരൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം മൂക്കോ നാക്ക് ഓപ്പറേഷൻ ചെയ്യാം. Surgery done on the tongue. ഇവിടെ ഇങ്ങനെയൊക്കെ പഠിക്കുന്നവന് ഇതേ സാധിക്കത്തുള്ളൂ. They can do പണ്ടൊക്കെ only ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായിരുന്നു. They are the gods, like the ഇപ്പൊ gods. പേരും പ്രശസ്തിക്കാണ് ഡോക്ടറാക്കുന്നത്. And because of fame they do. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വരണം. It has become this. എന്നാൽ രോഗശാന്തിക്ക് നിൽക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാർ. The people who are studying മരിക്കുമ്പോൾ for മരിക്കട്ടെ, let them die. ധൈര്യമായിട്ട് നിൽക്കുക. We can stand അവരാണ് confidently. ഭാഗ്യവാന്മാർ. We are blessed. ദൈവത്തിന് സ്തോത്രം. Praise be to ഏതായാലും God. നമുക്കൊരു ഉറപ്പുണ്ട്. We have the confidence. ആനയുടെ കാര്യം പറഞ്ഞ പോലെ Like elephant. എന്റെ ചെറുപ്പത്തിൽ കേട്ടതാ കേട്ടോ. In my childhood I had ഇപ്പൊ ലക്ഷങ്ങളായി. like ആന ചത്താലും ഇരന്താലും ഇരുന്നാലും 12,000. even an elephant living or dying. ഒരു പെന്തിക്കോസ് വിശ്വാസി ഇരുന്നാലും മരിച്ചാലും ഒന്നും തന്നെ. If Pentecostal person is living or മരിച്ചാൽ dying, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരും. even the die he will go to the ജീവിച്ചിരുന്നാൽ ക്രിസ്തുവിനോട് മറിഞ്ഞിരിക്കും. even the living he will be എന്തിനാണ് hidden to പെന്തിക്കോസുകാരൻ God. നീ ബഹളം ഉണ്ടാക്കുന്നത്? Why you are making shouting? മരിക്കുന്നതിന് പഠിപ്പേണ്ട ആവശ്യമുണ്ട്. We are afraid of dying. ഞാനൊക്കെ പെന്തിക്കോസ് വരുമ്പം When I come to the Pentecost, ഞങ്ങളുടെ സഭയിലെ 2 അച്ചായന്മാരുണ്ട്. some of the achayans in രോഗികളെ കാണാൻ ഞങ്ങളെ വിളിച്ചോണ്ട് പോകും. they taken us to the healing. ഒന്ന് കറിയാച്ചാനും ചെറിയാച്ചാനും 3-4 പേരുണ്ട്. Kariyachayan, Chariyachayan and some of the achayan. അച്ചാനും പാർശ്വം വരും. And pastor also used to come with രോഗിയായി കിടക്കുന്നതിന് ആദ്യം ചോദിക്കുന്നത് the sick people. We ask, എല്ലാം റെഡിയാണോ? everything is ready.
ആദ്യം ചോദിക്കുന്നത് റെഡിയാണോ The എന്നാണ്. first question we ask, അതായത് are you മേലോട്ട് ready? പോകാൻ റെഡിയാണോ? Are you ready to go up? എല്ലാവരോടും സമാധാനമായിരിക്കുന്നോ? Are you peaceful with everyone? അതാ പ്രാർത്ഥിക്കാം. Then we will pray. കാരണം Because അവർക്കൊക്കെ സന്തോഷം മേലോട്ട് പോകാൻ. they are very happy to go high. ഇപ്പം എന്താ പറയുന്നത്, പാസ്റ്റർ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് വേണം പെട്ടെന്ന് അവിടെ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് ആശുപത്രി പോകാൻ. First you pray, then you have to പാസ്റ്റർ go to ആദ്യം the hospital. പ്രാർത്ഥിയില്ലേ? First you pray, then we will go to the hospital. കാർ ബുക്ക് ചെയ്ത് Already they booked the car to go to തെറ്റല്ല, the hospital. അതൊക്കെ ആവശ്യമാണ്. Is it necessary? ഇടം മരിക്കട്ടെ. Let them die lie. പിന്നെ ചില ആക്സിഡൻറ്റ്, ചില പ്രശ്നം ഞാൻ പറഞ്ഞില്ല, ചില വിശ്വാസികളൊക്കെ ആക്സിഡൻ്റ് അല്ലെങ്കിൽ വേലക്കാർ അവരെ പൊക്കി ആശുപത്രി കൊണ്ടുപോകും. Some people just go to the വിമർശിക്കാൻ hospital. ഒക്കത്തില്ല, We cannot. കാരണം അവരുടെ സ്വാതന്ത്ര്യത്തിലല്ലത്. It is their free, not ഈ in their ആശുപത്രി freedom. പോകണമെന്ന് തെറ്റൊന്നുമില്ല, It's not bad to go to the അത് hospital. ലോകത്തിൻ്റെ നിയമമാണ്. It is a law of കർത്താവ് the world. പറഞ്ഞിട്ടുണ്ട് വൈദ്യനെ കൊണ്ട് ആവശ്യം, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് തെറ്റേ അല്ല. Going to the hospital is not a mistake. പക്ഷെ or a ഇവിടെ fault. ശരിയാതാ, But what is good? കർത്താവിന്മേൽ വിശ്വസിച്ച് Believing in the God, വിശ്വാസത്തിന് പൂർത്തീകരിക്കും. രണ്ടാണ്. perfecting in the ഒന്ന് faith. ഈ ലോകത്തിന്റെ ഇത്, മറ്റൊന്ന് ദൈവരാജ്യം. One is the word, other one is the kingdom of അതാണ് God. അബ്രഹാമിന് കിട്ടിയത്. That's what വാഗ്ദത്തത്തിൽ പങ്കാളികളായ ഇസ്ഹാക്കിനോട് യാക്കോബിനോട് കൂടെ വായിക്കാം. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അവർ കൂടാരങ്ങളിൽ പാർത്തു. അന്നേ ആ വെളിപ്പാടുള്ളവരുണ്ട്. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും, നോക്കണം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി അവൻ കാത്തിരുന്നു. Was waiting for that country. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, That's what God says. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ John 8, 56 പറയുന്നില്ലയോ, 56. അബ്രഹാം എന്റെ നാളിന് വേണ്ടി കാത്തിരുന്നു. Abraham was waited for my day. അത് യഹൂദന്മാർക്ക് മനസ്സിലായില്ല. But Jews didn't understand this. ചോദിക്കും, നിനക്ക് വയസ്സ് ഇത്രയല്ലേ ആയുള്ളൂ, Only you have this much age. നീ എങ്ങനെ അബ്രഹാമിനെ കാണുന്നേ? How you know Abraham? 50 വയസ്സ് പോലും ഇല്ലാത്ത നീ അബ്രഹാമിനെ കാണുന്നു You have പറയുന്നത്. only 50 years. How you know Abraham? പക്ഷെ കർത്താവ് പറഞ്ഞെന്താ, But what Jesus അവൻ says, എന്റെ നാളിന് വേണ്ടി കാത്തിരുന്ന. he was waiting for my day. വായിച്ചേ, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് എന്റെ ദിവസം കാണുമെന്ന് കാത്തിരുന്നു. He നോക്കണം, was waiting for my day. എന്റെ ദിവസം കാണും. My day. അപ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും. God has created himself. സദൃശവാക്യം 8:30 വായിക്കുമ്പോൾ, In Proverbs 8:30, അന്നേ അവൻ ശില്പിയായിട്ട്, ക്രിസ്തു ദൈവത്തിന്റെ ശില്പിയാണ്, God is a mason. എല്ലാം നിർമ്മിച്ചവൻ. created everything. സദൃശവാക്യം 8:30, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. I was with ആ him. സദൃശവാക്യം 8-ാം അധ്യായം മുഴുവൻ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത്. In the 8 onwards we can see Jesus. 8:11 വായിച്ചേ. 8:30 വീണ്ടും വായിക്കാം. 8:30, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു. ദൈവത്തിന്റെ വെളിപ്പെട്ട ക്രിസ്തു. He is a manifestation 8:11 of വായിച്ചേ. Christ. 8:11. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. നോക്കണം, ഈ ജ്ഞാനം പ്രാപിക്കണം. അതാണ് You need to get this wisdom. വയലിൽ ഒളിച്ചു വെച്ച നിധി. This is a treasure. ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് It is in the ഇവിടെ kingdom of പാസ്റ്റർ God. പട്ടവും മൂപ്പൻ പട്ടവും പിന്നെ മറ്റേ പട്ടവും അല്ല വിഷയം. It is not the titles. വേലക്കാരും വിശ്വാസം ഇതിനകത്ത് മറിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തണം. The workers and believers is to find the treasure. 10 വർഷമായി മൂപ്പനാകണം, It is not about making പിന്നെ the പാസ്റ്റർ pastor, ആകണം, the pastor, പിന്നെ CP ആകണം, then CP, പിന്നെ DGP ആകണം. DGP. DGP എന്ന് പറഞ്ഞാൽ എന്താ? What is DGP? ഡബിൾ ഗെയിം പാസ്റ്റർ. Double game pastor. അങ്ങനെ പുള്ളിയുണ്ട് ചിലത്. There are some pastors like പുള്ളികൾ this. ഞങ്ങളുടെ ഇടയിലുണ്ട്. DGP. There are some DGP ഇത് pastors. പാസ്റ്റർ MT തോമസ് പറഞ്ഞ കേട്ടോ. The pastor MT Thomas says. ഹലോ ലിങ്കോ, ഇപ്പം ആദ്യം കേൾക്കുകയാണ്. DGP, DGP. അതായത് പാസ്റ്റർമാർ തന്നെ ഡബിൾ ഗെയിം കളി, ഈ കോർട്ടിനും കളിക്കും ആ കോർട്ടിനും കളിക്കും. They will play both plays. ഒരു വേലക്കാരൻ വന്ന് അവന്റെ പക്ഷം പറയും, He will speak to ഈ one worker. വേലക്കാരൻ വന്ന് ഇവരുടെ പക്ഷം പറയും. Another worker also will speak. ബുദ്ധിമാനല്ലേ, They will ആരെയും മടക്കുന്നില്ല, they will not make anything high. കിട്ടേണ്ട അംഗീകാരം കിട്ടുകയും ചെയ്യും. They will get the money. പക്ഷെ അവസാനം എന്ത് ചെയ്യും? At the end what will happen? പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചൊരു കഥയാണ്, പെന്തിക്കോസിലല്ല, ചെറുപ്പ ക്ലാസ്സിൽ പഠിച്ചൊരു In പടം. my childhood I study a story. കുറുക്കന് ആടിന്റെ രക്തം കുടിക്കണം. The folks want to drink the blood of the രണ്ട് sheep. ഇരട്ട കുട്ടികൾ ഒന്നിച്ച് വളരുകയാണ്. There are 2 sheep, twins. മുട്ടാടുകളാണ്. അതിങ്ങനെ സന്തോഷിച്ച് പോകുന്നു. ഇവന് പിടിക്കുന്നില്ല, ഇവന് ഇതിന്റെ രക്തം വേണം. He want that blood. അപ്പൊ ഇവരെ ഒതുക്കാൻ ഒക്കത്തില്ല, ഇടിച്ച് ശരിയാക്കളെ. മുട്ടനാടുകളല്ലേ, He is a big ഈ sheep. കുറുക്കനെ ഇടിച്ച് ശരിയാക്കളെ. It will kill the folks. അപ്പൊ അവൻ ബുദ്ധി കണ്ടുപിടിച്ചു, And they ഇവന്മാരെ find a തമ്മിൽ trick. ഭിന്നിപ്പിക്കുക. So they make a way to make them fight. അതിന് ഇവൻ തന്ത്രപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം വിജയിച്ചു. ഇവർ ഭിന്നത ഉണ്ടായി. At the end they will make this. അവൻ മീൻ പിടരുതടാ, അവനെ ഇടിച്ച് ശരിയാക്കണം. You make fight against you. ഇവനോടും പറഞ്ഞു. And to him also it said. രണ്ടും കൂടി ഇടി തുടങ്ങി. They started fighting each other. കുറുക്കൻ പോയി അടിയിൽ പോയി കാത്തിരിക്കുക, ഇടിച്ച് രക്തം വീണ കുടിക്കാൻ. And the fox was waiting and underneath. ശകലം രക്തം കിട്ടി. He got little bit അത് blood. കുടിച്ചിട്ട് ഇങ്ങോട്ട് പൊങ്ങുന്ന സമയത്തിൽ When he went up,
ഇവന്മാരറിയാതാണ് രണ്ടും കൂടെ ചേർന്ന് കുറുക്കൻ്റെ തലയ്ക്കിട്ട് വെടി വെച്ച് കൊടുത്തു. And they given പപ്പടം a പോലെ big ചമ്മന്തി bang പോലെ upon ചതഞ്ഞ് the head of അവിടെ അവസ്ഥ. ഈ ഡബിൾ കൈ കളിക്കുന്ന പാസ്റ്റർമാരായാലും മദർമാരായാലും വിശ്വാസിയായാലും ഓർത്തോളം ഒരിക്കൽ നിന്റെ തല തകരും the കേട്ടോ. people who play double game will end up, ഏത് വലിയ പാസ്റ്ററാണെന്നാലും ശരി, whoever the pastor you ഈ are. ഡബിൾ ഗെയിം കളിക്കുന്ന CPM-ലെ പാസ്റ്റർമാർ ഉൾപ്പെടെ ഞാൻ If you are പറയുകയാണ്, playing the double game, നിന്റെ തല തകരും. your head will be നിന്റെ broken. പ്രവൃത്തിയിൽ തന്നെ നിന്റെ തല തകരും. Your work in your അതേ work, എല്ലാ പെന്തിക്കോസുകാരും ഓർത്തോളം every Pentecostal ഡബിൾ ഗെയിം remember, കളിക്കരുത്. do not play double game. വിശ്വാസികൾ ഓർത്ത് ഇവിടെ എവിടെയും കളിക്കരുത്. Even the believers also ഇവിടേക്കും വലിയ പക്കതിനും അവിടെ ചെല്ലുമ്പോൾ നിന്റെ തനി സ്വഭാവം കാണിക്കരുത്. show your way. ഇടി കിട്ടും You will get the bank. കേട്ടോ. വളരെ സൂക്ഷിച്ചോണം. But be very careful. അതാണ് ഡബിൾ ഗെയിം പാസ്റ്റർ. There is other double game pastor. നമ്മുടെ ഇടയിൽ പാസ്റ്റർമാരുണ്ട്, There are pastors. വലിയ പാസ്റ്റർ. ഇതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു പാസ്റ്റർമാർ, അത് നമ്മുടെ പാസ്റ്റർ ഡബിൾ ഗെയിം പ്രയർ എന്നാണ് പുള്ളി തുടങ്ങിയത്. He started Double game prayer. double game prayer. എന്നോട് എടാ നീ അതിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞു. And you are the reason for this. പണ്ട് കെല്ലേസിലെ In Kelly's, ഒരാളുണ്ടായിരുന്നു, മദറിനെ കാണുമ്പോൾ അവരുടെ പക്ഷത്ത് നിൽക്കും. he will be with the mother. ഒരു വലിയ ഭാഷ. He will be with the pastor also. ഞാൻ പറഞ്ഞു എൻ്റെ ഇത് ഡബിൾ ഗെയിം പ്ലെയർ ആണെന്ന് പറഞ്ഞു. He is a double game player. പുള്ളി ആ പേരിൽ ഒരു പ്രാർത്ഥനയായിരുന്നു, And he started a prayer in that name. DGP പ്രയർ. DGP prayer. DG പ്രയർ. DG prayer. പിന്നെ അത് DGP ഡബിൾ ഗെയിം പാസ്റ്റർമാർ, Double game pastors. ഡബിൾ ഗെയിം വിശ്വാസി. Double game believers. You സൂക്ഷിച്ചോണം കേട്ടോ. have to be careful. അടിച്ച് കുറുക്കൻ്റെ രക്തം കുടിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ നിന്റെ തല മണ്ട തെറിച്ചു പോകും. But your head will be chopped. ഒബ്ലാങ്കെട്ട തെറിച്ചു പോകും. And, മിഡില്ല ഒബ്ലാങ്കെട്ട. and your brain will be opened. സൂത്രം. Praise be to God. സൂക്ഷിച്ചോണം കേട്ടോ. But be careful. എല്ലാവരും സൂക്ഷിച്ചോണം. ഈ ഡബിൾ ഗെയിം കളിക്കുന്നവരെല്ലാം സൂക്ഷിച്ചോണം. നിന്റെ മിഡില്ല ഒബ്ലാങ്കെട്ട തെറിക്കുന്ന ഒരു സമയം വരും. Your brain will be opened. സൂത്രം. Praise be to God. ഇച്ചിരി കട്ടിക്ക് പറഞ്ഞെങ്കിലും ഒക്കത്തുള്ള മഹിമേ. മഹിമ ഇപ്പോൾ ആദ്യമായിട്ട് വന്നുകൊണ്ട് ഇതൊക്കെ എന്തുവാണെന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കേൾക്കാഞ്ഞിട്ടല്ല. ഇവിടെ പ്രിൻ്റോയെ പഴയ മെസ്സേജ് കുറേ ഇട്ട് കേൾപ്പിക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവർ ഡബിൾ ഗെയിം പണി നിർത്തിയിട്ട് Stop your double game. ദൈവത്തിന് നേരോടെ ജീവിക്കുന്ന Live right in front of God. അതാണ് ആ നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്ന പോലെ Abraham was waiting for the city. നമുക്കൊരു നഗരം പണിയുന്നുണ്ട്. We have a city built. അതാണ് വെളിപ്പാട് 21 അധ്യായത്തിൽ 10 വാക്യം വായിക്കുമ്പോൾ Revelation 21:10. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ നഗരം. The city came from heaven. ഇത് ആത്മീയമായ നഗരമാണ്. This is a ഇതിനൊന്നും spiritual വർണ്ണിക്കാൻ city. നമുക്കാർക്ക് സാധ്യമല്ല. We cannot describe this. അത് രൂപാന്തരം പ്രാപിച്ച വിശുദ്ധന്മാർ Only the glorious saints, യെരുശലേമിൽ ചെല്ലുമ്പോൾ when they went to Jerusalem, അവിടെ കാണാം. they can see there. ഇവിടെ വെച്ച് പറയാനും നമുക്ക് ഒക്കത്തില്ല. We cannot describe here. ഇതൊന്നും ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. It is not shown to ചുമ്മാ ഒരു anyone. ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുള്ളൂ. Just വായിച്ചു 21:10. അവൻ എന്നെ ആത്മവിവശതയിൽ ഒയർന്നൊരു വൻമനയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം, യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. പിന്നെ അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. നോക്കണം. 3-ാം വാക്യം കൂടെ വായിച്ച്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടാരം. ആ നിത്യത അതാണ് യോഹന്നാന്റെ സുവിശേഷം 14:2 യേശു പറയുന്നു, John 14 Jesus says, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കാം. I will make habitation for you. അതാണ് സ്വർഗ്ഗരാജ്യം. That is the heaven. അതിനെ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക. You have to prepare to receive. നമ്മൾ അതിനെന്ത് ചെയ്യണം? What you have to do? ശരിയായ ഒരു ദർശനം നമുക്കുണ്ടാകും. We need a clear vision. ഒരു ഫോക്കസ് പോയിന്റ് നമുക്കുണ്ടാകും. We need a focus point. സങ്കീർത്തനം In Psalms 38 വായിക്കുമ്പോൾ 38 മാർക്ക് ദി പെർഫെക്റ്റ് മാൻ, ബിഹോൾഡ് ദി അപ്രൈറ്റ്, ദി എൻഡ് ഓഫ് ദി മാൻ വിൽ ബി പീസ്. വായിച്ച മലയാളം. സങ്കീർത്തനം 38 നിഷ്കളങ്കനെ നേരുള്ളവന് ഇല്ലയോ? 38 ഇല്ലേ? അപ്പോൾ ഏതാ സങ്കീർത്തനം? നേരുള്ള നിഷ്കളങ്കനെ കുറിക്കുള്ള നേരുള്ളവന് 37 വായിച്ചേ. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകുന്നുള്ളതാണ് മലയാളത്തിൽ. ഇംഗ്ലീഷ് വായിച്ചു. Mark the perfect man. Mark the perfect man. And behold the upright. For the end of that man is peace. End of the man will peace. ഇത് വേണമെങ്കിൽ ആ മാർക്ക് ചെയ്യേണ്ട ക്രിസ്തുവിനെയാണ്. You have to mark the Christ. അത് അവർക്ക് ലഭിക്കും. Then you will get. അവരുടെ അവസാനം at the end പീസ്, സമാധാനമായിരിക്കും. is peace. RIP എന്ന് കണ്ടിട്ടില്ലേ? RIP. Rest in peace. Rest in peace.
അവർ മരിക്കുന്നതിന് മുമ്പേ പീസായിരിക്കും, They will have the peace before dying. മരിച്ചതിന് ശേഷം ആ പീസ് ലഭിക്കും. After die also they will ഇതാണ് be in peace. ദൈവരാജ്യം. This is the ആ kingdom. ഉറപ്പുള്ള നഗരത്തിലേക്ക് ആരെന്നെ നടത്തും? Who will lead me to the പഴയ strong നിയമത്തിലൊരു city? ചോദ്യമാണ്. This is a question. ഞാൻ നടത്തും I will എന്ന് lead. യേശു പറഞ്ഞു. Jesus said, ഞാൻ തന്റെ വഴി, I am the ഞാൻ way. തന്റെ വാതിൽ. I am the ആ door. യേശുവിലേക്ക് വന്നാൽ If you come to that Jesus, നമുക്ക് ഈ നഗരത്തിലെത്താൻ we കഴിയും. can get to this city. നമുക്ക് ഒരു നിമിഷം അടയ്ക്കാം. We close our eyes. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ശിരബലബലബലകഥുനരവം തിരരവം ഷിയാദിനാദിനാദിന. ശോഭിത നഗരത്തോടടുക്കും തോറും അത്യാശയനുള്ളിലേറുന്നേ. ശോഭിത നഗരത്തോടടുക്കും തോറും അത്യാശയനുള്ളിലേറുന്നേ. ഇന്ന് മാത്രം എൻ്റെ വാഞ്ച നിൻമുഖം കണ്ടെന്നും എന്നും കൂടെ. ഒന്ന് മാത്രം എൻ്റെ വാഞ്ച നിൻമുഖം കണ്ടെന്നും എന്നും. ജീവിത നഗരത്തോടടുക്കും തോറും അത്യാശയനുള്ളിലേറുന്നേ. നിൻമുഖം കണ്ടെന്നും എന്നും നഗരത്തോടടുക്കും തോറും അത്യാശയനുള്ളിലേറുന്നേ. കൂടെ വാഴണം.